ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആശങ്കകൾ മുഴുവൻ വെളിപ്പെടുത്തത്തക്ക വിധത്തിൽ നമ്മുടെ എല്ലാവരുടെയും ചുണ്ടിൽ തത്തിക്കളിക്കുന്ന ഒരു കവിതയുടെ ആദ്യ ഭാഗമായിരുന്നു. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മതമില്ലാത്ത ജീവനും അടക്കം എല്ലാവരും ഒരുമിച്ച് ആശങ്കപ്പെടുന്നൊരു കാര്യമാണ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന്. വഖഫ് ബോർഡിന്റെ ഭീകരതയുമായി ബന്ധപ്പെട്ട കരിനിയമം റദ്ദ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് നമ്മളിവിടെ കൂടുമ്പോൾ നമ്മൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എന്നെടുത്ത് പറയുമ്പോൾ അതിനൊരു അപാകത ഇല്ലേ എന്ന് തോന്നിപ്പോകാം. പക്ഷേ അപാകതയില്ല. നേരത്തെ സാബുശാന്തി പറഞ്ഞതുപോലെ ഞങ്ങള് മുനമ്പത്ത് ചെന്ന് അവിടെ സമരത്തിനിരിക്കുന്ന സമര പോരാളികൾക്ക് ആ കുടുംബാംഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ ഒരു കെട്ട് കടലാസുമായി 3-4 പേര് വന്നേ. അവർ കൊടുങ്ങല്ലൂരിൽ നിന്ന് വന്നാൽ ഇടമുട്ടം ഭാഗത്തുനിന്ന് വന്നത്. കടലാസിൽ പേരെഴുതി ഒപ്പിട്ട് ഫോൺ നമ്പർ വെച്ച് കടലാസ് കൈമാറിയ ആളുടെ പേര് ഹംസ. ഹിന്ദു ഐക്യവേദി ടീമിനെ തെരഞ്ഞ് കൊടുങ്ങല്ലൂർ ഇടമുട്ടത്ത് നിന്ന് വന്ന് രേഖ കൈമാറിയത് ഒപ്പിട്ട് വെച്ചേക്കുന്നതിന് നാളെ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ തന്നിരിക്കുന്ന ആളുടെ പേര് ഹംസ. അതാണ് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി മതമില്ലാത്ത ജീവനും ഒക്കെ പ്രശ്നം. കാരണം അവരുടെ ഒക്കെ ഭൂമിക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. ഇന്ന് മാനന്തവാടിക്കടുത്ത് തലപ്പുഴയിൽ 5 വീട്ടുകാർക്ക് വഖഫ് ബോർഡിന്റെ നോട്ടീസ് കിട്ടിയതിൽ 4 മുസ്ലിങ്ങളാണ്. 4 കുടുംബവും മുസ്ലിം കുടുംബമാണ്, ഒരു കുടുംബമേ ഹിന്ദു കുടുംബമാണ്. അപ്പോ അമ്പ് കൊള്ളാത്തവരില്ല ചുരുക്കളിൽ എന്ന് പറഞ്ഞതുമാതിരി ഈ ഭീഷണി എല്ലാവരുടെയും തലയ്ക്ക് മുകളിൽ ഒരുപോലെ നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറമായി പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ് എന്ന് ഹിന്ദു ഐക്യവേദി പറഞ്ഞു. ഒരു മനുഷ്യന് അവന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ അവന്റെ ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് നമ്മുടെ കലിപ്പോത്ത് മനസ്സിലാക്കുന്നത്. ഇത് നമ്മളത് മനസ്സിലാക്കി തന്നിട്ടുള്ള രാഷ്ട്രീയക്കാരില്ല. കാരണം അവരിപ്പോഴും പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തില്. കേരളം ഇത് കേരളമാണ്, ഒരു കേരളമല്ല അല്ലെ, ഇത് കേരളമാണ്. കാരണം എന്താ? ആദ്യമായി ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ, കർഷക ബന്ധമില്ല അവതരിപ്പിച്ച എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങും. പിന്നെ രാവിലെ പാലക്കാട് എങ്ങാണ്ട് ഗോവിന്ദമാഷ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ഗോവിന്ദമാഷ നിരപരാധനമായ കമ്മ്യൂണിസ്റ്റ് ശൈലിയിലെ പറഞ്ഞ 1957 TMS മന്ത്രിസഭ അധികാരത്തിൽ കയറി ഞങ്ങൾ ഇത്രാന്തി ഞങ്ങള് ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട ബില്ല് പാസാക്കി, നിയമം പാസാക്കി. പിന്നെ 69 EMS സർക്കാർ കയറി വന്നപ്പോൾ അങ്ങനെ കത്തിക്കറി ഇന്ത്യയിൽ ആദ്യമായി ഞങ്ങളിവിടെ ഒരു കൂട്ടിനെ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് അവസാനം പറഞ്ഞു ഞങ്ങളിവിടെ ഒരു കൂട്ടിനെ ഇല്ലാതാക്കിയിട്ട് സ്വതസിദ്ധമായ ശൈലിയിൽ അങ്ങനെ ചിരിച്ചു. ഞങ്ങളൊരു കൂട്ടിനെ ഇവിടെ വംശനാശ ഒരു വർഗത്തെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പല വർഗത്തെ ഇല്ലാണ്ടാക്കിയിട്ട് നമുക്കറിയാം. ഇത് ഏത് വർഗമാണ്? നിങ്ങൾ പറയുന്നത് പത്രക്കാരോട് വെച്ചപ്പോ പത്രക്കാർ എന്താ വിട്ടില്ല? ജന്മിമാരെന്ന വർഗത്തിന്. അപ്പൊ ജന്മിമാരെന്ന വർഗത്തെ ഗളച്ഛേദം ചെയ്തു എന്നതിന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറത്ത് ഇപ്പോഴും അഭിമാനിക്കുന്ന നാടാണ് കേരളം. അതിലൂടെ അവർ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത് ഇവിടെയുള്ള സാധാരണക്കാരന് അന്തസ്സും അഭിമാനവും ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ ആരും ഒരിക്കലും കടപ്പാടം ചെയ്യേണ്ടി നിർദ്ദേശിക്കുന്നു. അറബിക്കടലിൽ പോയിട്ട് ആകാശത്തോടും കെട്ടിയിട്ടില്ല. ഭൂമി ദിവസം വല്ലവറ്റി പറമ്പിലാവുന്നല്ലോ. ജന്മിമാരിത് അവിടെ വീട്, നീ അവിടെ കുടില് കെട്ടിക്കോ, കുപ്പാടം കെട്ടിക്കോ എന്ന് അവിടെ കെട്ടാം. നീ അവിടെ കൃഷി ചെയ്യുമെന്ന് അവിടെ കൃഷി ചെയ്യാം. തമ്പരാന് തിരുവള്ളക്കേട് ഇല്ലാത്തവർത്തോളം കാലം ആർക്കും ഒരു ആക്ഷേപമില്ല. അവര് തലമുറകളായിട്ട് ചിലപ്പോൾ അവിടെ തന്നെ ജീവിച്ചു വരും. അവർക്ക് ശവം സംസ്കരിക്കാനുള്ള അനുവാദം കൊടുക്കും, അവരൊക്കെ അതൊക്കെ ചെയ്യും. പക്ഷെ എപ്പോഴെങ്കിലും തമ്പ്രാനും അടിയാനും തമ്മിലുള്ള ബന്ധം പോയാൽ ചവിട്ടി പുറത്താക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോ അന്നും അവർക്ക് കടപ്പാടുണ്ട്. അത്തരം ഒരു കടപ്പാടം മതിയോ മുനമ്പം നിവാസികളടക്കം ഈ വഖഫ് ബോർഡിന്റെ ഭീഷണി കിട്ടിയവർക്കൊക്കെ? പണ്ട് ജന്മിമാര് നീ അവിടെ കെട്ടിക്കോ, ഞാൻ ഉറപ്പില്ല, നീ അവിടെ വീട്ടിക്കോ, ഇപ്പുറത്തെ ശവവും വെച്ചോ, ഇപ്പുറത്തെ കൃഷിയും ചെയ്തോ എന്ന് ജന്മിമാര് വാക്കാൽ പറഞ്ഞു കൊടുത്തിരുന്നത് പോലെ വഖഫിന്റെ ഭൂമി നിങ്ങളെ ആരും ഒഴിപ്പിക്കില്ല. മുഖ്യമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി സമര നേതാക്കളുമായി കണ്ടു. അപ്പോൾ പറഞ്ഞത് നിങ്ങളെ ആരും ഒഴിപ്പിക്കില്ല. അതെങ്ങനെ പറയാൻ പറ്റും? അതെങ്ങനെ മുഖ്യമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിന് പറയാൻ സാധിക്കും നിങ്ങളെ ആരും ഒഴിപ്പിക്കില്ല എന്നത്? ഒഴിപ്പിക്കാതിരിക്കണമെങ്കിൽ അതിന് അനുസരിച്ചുള്ള നിയമം വേണ്ടേ? ഇരുട്ടുകൊണ്ട് ഓട്ടയടിച്ചാൽ മതിയോ? തൽക്കാലം നിങ്ങൾ ഇറങ്ങിപ്പോണ്ട അല്ലെ, ഞങ്ങളുടെ വോട്ടിനെ ബാധിക്കുന്നതാണ്. പ്ലീസ്
എന്ന് വഖഫ് ബോർഡിനോട് കുഞ്ഞാലിക്കുട്ടിമാര് കരഞ്ഞു പറഞ്ഞാൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പ്രശ്നപരിഹാരത്തിന് അടിയാൻ ലക്ഷിപ്പോന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി. ഇപ്പൊ കുഞ്ഞാലിക്കുട്ടി തങ്ങളുമാരും ഒക്കെ പറഞ്ഞ് വഖഫ് ബോർഡിനോട് അടക്കം വെച്ച് മറ്റേ തൽക്കാലം അടക്കം വെക്കൂല മന്ത്രവാദികളൊക്കെ, ഇതുപോലെ തൽക്കാലം ഒരു അടക്കം വെച്ചിട്ട് ബാധ അവിടെ അടങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്ന ബാധയാണോ അത്? നാളെ ബാധയ്ക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ഇവരുടെയൊക്കെ തൽക്കാലത്തെ വാഗ്ദാനമുണ്ട്, അല്ലെങ്കിൽ തൽക്കാലത്തെ കൊണ്ട് ശരി ഇപ്പൊ വഖഫ് ബോർഡ് എവിടേക്ക് നോട്ടീസ് അയക്കുന്നില്ല, നിങ്ങളെ ആരും ഇറക്കി വിടുന്നില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം ഭൂമി ഇവരുടെ സ്വന്തമാക്കുമോ? ഇവരെവിടെയെങ്കിലും ഒരു ബാങ്കിൽ ലോൺ ചെന്നാൽ ഈ ആധാരം സ്വീകരിക്കുമോ? ഇവർക്ക് ആർക്കാ ഉറപ്പ് പറയാൻ പറ്റിയ? ഇനി ആ ആധാരം എന്നല്ല, ഇപ്പൊ കേരളത്തിന് ഭൂമി നിത്യം വാങ്ങുകയൊക്കെ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഇല്ലേ, മറ്റേ പോക്കുവരവ് നടത്തി കൊടുക്കണം, അല്ലെങ്കിൽ മറ്റേ 100 രേഖയുണ്ടാക്കുള്ളത് വിൽക്കണമെങ്കിൽ ആ കൂട്ടത്തിൽ ഇനി ഇവിടെ ഭൂമി കൈമാറ്റം നടക്കണമെങ്കിൽ വഖഫ് ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കൂടി നിർബന്ധമാക്കില്ല എന്ന് പറയാൻ പറ്റുമോ? വഖഫ് ബോർഡിന് ഒരു അവകാശമില്ല. വഖഫ് ബോർഡിന്റെ കത്തുകൂടെ വാങ്ങിച്ചുകൊണ്ട് ഇവിടെ ഇന്ന് വ്യാപാരവും വാണിജ്യവും നടക്കണമെന്നുണ്ടെങ്കിൽ ഹലാൽ മുദ്ര കിട്ടണമെങ്കിൽ ഹലാൽ കമ്മിറ്റികൾക്ക് പൈസ കൊടുക്കണം. പല ഉൽപ്പന്നങ്ങളും നമുക്ക് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ഹലാൽ മുദ്ര കിട്ടണമെങ്കിൽ അവർക്ക് പൈസ കൊടുത്തുകൊണ്ട് ഹലാൽ മുദ്ര വാങ്ങിക്കണം. ഇതുപോലെ നാളെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമ്മൾ ശേഖരിക്കേണ്ടുന്ന രേഖകൾക്കൊപ്പം കേരളത്തിലെ എല്ലാ ഭൂമിക്കും, കേരളത്തിലെ ഭാരതത്തിലെ മൊത്തം എല്ലാ ഭൂമിക്കും ഇതിന് വഖഫ് ബോർഡിന് അവകാശമില്ല എന്ന് വഖഫ് ബോർഡിനെ കൊണ്ട് സാക്ഷ്യപത്രം കൊണ്ടുവരിച്ചാൽ മാത്രമേ ഇവിടെ ലോൺ എടുക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, അഞ്ചിന്റെ ഭൂമി വിൽക്കാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ അടിമകളായി മാറുകയല്ലേ കേരളത്തിലെ ജനത? ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ആരുമാകട്ടെ, ഒരു ഭൂമി കൈമാറ്റം നടക്കണമെങ്കിൽ വഖഫ് ബോർഡിന്റെ അനുമതി വേണമെന്ന് വന്നാൽ, ഒരു ലോൺ കിട്ടണമെങ്കിൽ ബാങ്കുകാർ പറയുന്നത് ബാങ്കുകാർ കൊണ്ടുപോയി 100 രേഖ പറയുന്നത് ഒരു ലോൺ കിട്ടണമെങ്കിൽ 10,000 ഒപ്പ് 100 രേഖ ഉണ്ടെങ്കിൽ നമുക്ക് 10 രൂപ ലോൺ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. എന്താ ഒപ്പിട്ട് കൊടുക്കണമെന്ന്, എവിടെ ഒപ്പിട്ട് കൊടുക്കണമെന്ന് 10 എണ്ണാലും മാത്രമേ കുറെ സൈഡിൽ കൂടി ഒപ്പിടിക്കും, കുറെ അടിയിൽ കൂടി ഒപ്പിടിക്കും, കുറെ മുകളിൽ കൂടി ഒപ്പിടിക്കും. കാശിന്റെ തിരുക്കം കൊണ്ട് ലോകത്ത് മുഴുവൻ ഒപ്പിട്ട് മേടിച്ചിട്ട് 100 രേഖയും കൊണ്ടു കൊടുക്കും. ആ കൂട്ടത്തിൽ ഇനി ഹലാൽ രേഖ എന്താണെന്നല്ല വഖഫ് ബോർഡിന്റെ രേഖ കൂടി ഹാജരാക്കിയാലേ നിങ്ങളുടെ ലോൺ പാസ്സാക്കൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ വരില്ലേ? കാരണം ഏത് ഭൂമിക്ക് വഖഫ് ബോർഡ് അവകാശം ഉന്നയിക്കാൻ ആർക്കെങ്കിലും പറയാൻ സാധിക്കും? അതാണ് ഞാൻ പറഞ്ഞത്, ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? തളിപ്പറമ്പ്, കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിന്റെ സമീപത്തുള്ള തളിപ്പറമ്പ് ടൗൺ അടക്കമുള്ള 600 ഏക്കർ ഭൂമിക്ക് മുകളിലാണ് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. നമ്മൾ വെള്ളരിക്കാ പട്ടണത്തിലാണോ ജീവിക്കണമെന്ന് ചിന്തിച്ചു പോകും. അതെങ്ങനെയാ വഖഫായി എന്നറിയാമോ? ഇവിടെ ഏതോ ഒരു സേട്ട് അങ്ങോട്ട് മാറി സേട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു മോലമ്പത്ത് വേണമെങ്കിൽ പറയാം. ഗുജറാത്തിൽ നിന്ന് വന്ന സേട്ട് ഗുജറാത്തിൽ നിന്ന് തലയിൽ ഏറ്റിപ്പിടിച്ച് 14 ഏക്കർ ഏറ്റി ഇവിടെ വന്നൊക്കെയാണ് നമ്മൾ വിശ്വസിക്കട്ടെ. എങ്ങനെ കിട്ടി കഥയെ ചോദ്യമില്ല. സേട്ട് മകന് കൊടുത്ത്, മകൻ ഫറൂഖ് കോളേജിന് കൊടുത്തു. ഇങ്ങനെ എവിടേക്കും ഒരു സേട്ട് കിടന്ന് കളിക്കുന്നുണ്ട്. പോട്ടെ, തളിപ്പറമ്പിൽ ഒന്നും രസം നരിക്കോട്ട് മനക്കിലെ ഏതോ നമ്പൂരി വഖഫ് എന്താ പറയാ. തളിപ്പറമ്പിലെ നരിക്കോട്ട് മനക്കിലെ ഏതോ നമ്പൂരി 3/4 നൂറ്റാണ്ട് മുമ്പ് വഖഫ് ചെയ്യുന്നതാണ് ഇത് പറഞ്ഞത്. രേഖയൊന്നും ഇല്ല. നമ്പൂരി പറഞ്ഞത് അതൊക്കെ എന്ന് കിട്ടോ, ആ കാണുന്നതൊക്കെ എന്ന് കിട്ടോ എന്ന് നമ്പൂരി പറഞ്ഞത്ര. അങ്ങനെ നരിക്കോട്ട് മനക്കിലെ ഏതോ നമ്പൂരി വഖഫ് ചെയ്യുന്നതാണ്. 600 ഏക്കർ കഴിഞ്ഞില്ലേ? 600 ഏക്കർ വഖഫ് ചെയ്ത നമ്പൂരിക്ക് വഖഫ് ചെയ്തിട്ടൊന്നുമില്ല. കിട്ടേണ്ട പണി കിട്ടേണ്ട വിധത്തിൽ പിന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ പള്ളിയുമായി ഗുസ്തിയായിരുന്നു നരിക്കോട്ടുമനി പള്ളി കൂടിയിട്ട് കേസും കൂട്ട. ഈ 600 ഏക്കറിലല്ല കേട്ടോ, വേറൊരു 167 ഏക്കറുടെ മുകളില് നരിപ്പറമ്പ് മനയും പള്ളിയും തമ്മിൽ ഗുസ്തിയായി അവസാനം ഹൈക്കോടതി സെറ്റിൽമെന്റിലെത്തി. 67 ഏക്കർ പാവം നമ്പൂരിക്ക്, 100 ഏക്കർ പള്ളിക്ക്. 67 ഏക്കർ പാവം നമ്പൂരിക്ക്, 100 ഏക്കർ പള്ളിക്ക് കിട്ടി. അങ്ങനെ നമ്പൂരിക്ക് ഒരു വഴി കൊടുക്കേണ്ട പുറത്താണ് ഇപ്പൊ ബാക്കി 600 ഏക്കർ ഏതാണ്ട് കാലത്ത് ഈ നമ്പൂരി വഖഫ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ എവിടെ ജീവിക്കുന്നത്? വെള്ളരിക്കാ പട്ടണത്തിലാണോ എന്ന് തോന്നുന്ന വിധത്തിൽ ഇവരെ നേരത്തെ നബുശക്തി പറഞ്ഞതുപോലെ ഇസ്ലാമിക വിശ്വാസിക്കായിരുന്നു വഖഫ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്. 2013 ഈ ഭേദഗതിയോടെ തലപ്പറമ്പ് കുടുങ്ങിയത്. കാരണം നമ്പൂരി മതം മാറിയിട്ടൊന്നുമില്ല. നമ്പൂരി കൊടുത്തു തന്നെയാ പറയുന്നത്. മറ്റേ കേരളമാന്റെ കള്ളക്കഥമായി മക്കത്തുമായി നമ്പൂരി മക്കത്തുമായ കഥയൊന്നും ഓടിയില്ല. നമ്പൂരി മതം മാറിയിട്ടില്ല. ഇവിടെ കള്ളക്കഥ ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു കഥയൊന്നും ഓടിയില്ല. കഥയ്ക്കായ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ആ നമ്പൂരി 2013 ഭേദഗതി പ്രകാരമാണ് ആ 100 ഏക്കർ കുടുങ്ങിയത്. കാരണം ഏത് മതവിശ്വാസിക്കും
വഖഫ് ചെയ്യാം. ഇസ്ലാമിക വിശ്വാസി തന്നെ ആയിക്കോണമെന്നില്ല, ഏത് മതവിശ്വാസിക്കും വഖഫ് ചെയ്യാം, സമർപ്പിക്കാം. ഈ രാജ്യത്തിന്റെ പ്രത്യേകത എന്താ? ലോകത്തെ ഏറ്റവും വലിയ മതേതര രാജ്യം. 1947 ആഗസ്റ്റ് 14 തീയതി അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചപ്പോൾ, സ്വാതന്ത്ര്യ സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ 2 രാഷ്ട്രങ്ങളൊപ്പം പറന്നു വീണു. ഒന്ന് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ, മറ്റൊന്ന് പേര് കിട്ടുന്നില്ലെങ്കിലും മതേതര രാജ്യമായ ഭാരതം. അതെങ്ങനെയാ മതേതരമായത്? ഇവിടെ തല എന്നീ ഭാഗം കൊടുത്തിട്ട് ഇതൊക്കെ പറയിപ്പിച്ചതാണ്, പറയേണ്ടി വന്നതാണ്. ഇന്ത്യ വിഭജന സമയത്ത് എങ്ങനെയാണ് ഒരു തറവാട് വീതം വെക്കുന്നത്, അതേ നിയമം അനുസരിച്ച് ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായി ഭൂമി വീതം വെച്ചാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം പറഞ്ഞത്. ഇങ്ങേ അറ്റത്ത് തെക്കേ മുനമ്പല കന്യാകുമാരിയിലെ മുസൽമാൻ വരെ തല എന്നീ വീതം പാകിസ്ഥാനിൽ പോയിട്ടുണ്ട്. പറഞ്ഞതല്ല, പറയിപ്പിച്ചതാണ്. അനുഭവങ്ങൾ തന്നു കാലം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ശേഷിക്കുന്ന മുസ്ലിം അല്ലാത്ത വിഭാഗങ്ങൾ, ഹിന്ദു, ക്രിസ്ത്യൻ, ബുദ്ധ, ക്രിസ്തു, ബുദ്ധ, ജൈന, സിഖ്, നാമമാത്രമായ ജൂത, അല്ലെ, ഏതെങ്കിലും മതമില്ലാത്ത ജീവൻ, അവർക്കൊക്കെ കൂടി വീതം കിട്ടിയതാണ് ഇന്നത്തെ ഇന്ത്യ മഹാരാജ്യം. ഭാരതം എന്ന് പറഞ്ഞാലും ഇന്ത്യ എന്ന് പറഞ്ഞാലും ഇവരുടെ തലയെണ്ണത്തിന് കിട്ടിയതാണ്. മറക്കരുത് പറയുകയാണ്. അനാവശ്യമായ അവകാശവാദങ്ങളുമായി വരുമ്പോൾ മറക്കരുത്, ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ മറക്കരുത്. മദ്രാസ് പ്രവിശ്യയുടെ കീഴിൽ ഇങ്ങേ അറ്റത്ത് മലബാറിലുള്ള മുസ്ലിം സമൂഹം വരെ 99% വോട്ടും പാകിസ്ഥാൻ അനുകൂലമായി പ്രവിശ്യ ഇലക്ഷനിൽ ചെയ്തിട്ടുണ്ട്. 99% വോട്ട് ആ പ്രവിശ്യ ഇലക്ഷനിലെ മുഖ്യ വിഷയം പാകിസ്ഥാൻ നടന്നു. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തുപെട്ട ഭാഗത്ത് അത്രയും വോട്ട് കിട്ടിയിട്ടില്ല. പാകിസ്ഥാനായി വീതം വെച്ച് പോയ സ്ഥലത്ത് അത്രയും ഭൂരിപക്ഷം കിട്ടിയില്ല. ഇന്ത്യയിൽ പെട്ട സ്ഥലത്ത് 99, 98, 96 താഴെ എവിടെ വോട്ടില്ല. 99% വോട്ടോട് കൂടിയാണ് മദ്രാസ് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം വേണമെന്ന്. കാരണം ആ പ്രവിശ്യ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമായിരുന്നു പാകിസ്ഥാൻ രൂപീകരണം എന്നുള്ളത്. മുഖ്യ വിഷയമായാണ് തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. കോൺഗ്രസ് നിർത്തിയ ദേശീയ മുസ്ലിം സ്ഥാനാർത്ഥികൾ ഒന്നൊന്നായി പട്ടപെട്ടാന്ന് തോന്നി. ഒറ്റയാൾ പോലും ജയിക്കരുത്. 99% വോട്ടോട് കൂടിയിട്ട് പാകിസ്ഥാൻ വിഭജിക്കണമെന്ന് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കരുത്. അഖിലേന്ത്യാ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു കരുതി ഇങ്ങേ അറ്റത്ത് തെക്കേ അറ്റത്ത് വരെ പാകിസ്ഥാൻ അനുകൂലമായി വോട്ട്. ഇതൊക്കെ ഇതിന്റെ ചരിത്ര യാഥാർത്ഥ്യമാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ്, എല്ലാം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇവിടെയുള്ള ഭൂമിയുടെ മേൽ മുഴുവൻ അവകാശവാദം ഉന്നയിക്കുന്നത്. പറഞ്ഞതൊന്നല്ല, പിറന്നു വീണപ്പോൾ ഇത് മതേതര രാഷ്ട്രമാണ്. പൗരത്വത്തിൽ മതഭേദമില്ല. ഹിന്ദുവിന്റെ അധികാരം, മുസ്ലിമിന്റെ അധികാരം ഇല്ല. പൗരത്വത്തിൽ ഭേദമില്ല. സ്വത്തവകാശം എല്ലാം തുല്യമായി നൽകണമെന്നാണോ മതേതരത്വം എന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാ വിശ്വാസിക്കും ഇവിടെ തുല്യ പരിഗണനയല്ലേ നൽകേണ്ടത്? ഒരിക്കൽ അള്ളാഹുവിന് സമർപ്പിച്ചതാണെങ്കിൽ ഒരിക്കൽ കർത്താവിന് സമർപ്പിച്ചാലും സമർപ്പിച്ചത് തന്നെയാണ്. ഒരിക്കൽ അയ്യപ്പന് സമർപ്പിച്ചാലും പത്മനാഭന് സമർപ്പിച്ചാലും മഹാവിഷ്ണുവിന് സമർപ്പിച്ചാലും സമർപ്പിച്ചത് തന്നെയാണ്. അതിന്റെ പേരല്ലേ മതേതരത്വം എന്നുള്ളത്? അതിന്റെ പേരാണല്ലോ മതേതരത്വം. നിയമം കൊണ്ട് അങ്ങനെ ഒരു തുല്യത വേണ്ടേ ഈ വിഷയത്തില്? അപ്പോ ഇന്ന് മുനമ്പത്താണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും കൊടുങ്ങല്ലൂരാണെങ്കിലും ചാവക്കാടാണെങ്കിലും മറ്റേ തലപ്പുഴയിലാണെങ്കിലും ഞങ്ങളൊരു കടലാസം കൊണ്ട് വരട്ടെ, അല്ലേ? നമ്മളൊരു കടലാസം കൊണ്ട് വരട്ടെ. അതേതാ കടലാസം എന്നറിയാമോ? ഇത്തിരി പോകുന്ന ഒരു കുറിയ മനുഷ്യൻ ത്രിവിക്രമനായി വളർന്ന കഥ നമ്മുടെ കയ്യിലുണ്ട്. മഹാവിഷ്ണു ഇത്തിരി പോകുന്ന ഒരു കുറിയ മനുഷ്യൻ 3 അടി വെച്ച് അളക്കാത്ത ഏത് ഭൂമിയുണ്ട് ഇവിടെ? തൃക്കാലി വെച്ച് 3 അടി കൊണ്ട് അളക്കാത്ത, 2 അടി കൊണ്ട് അളക്കാത്ത, 3ാമത്തെ അടിക്കാൻ സ്ഥലമില്ലാണല്ലോ, അല്ലെ? 2 അടി കൊണ്ട് അളന്നെടുക്കാത്ത ഏത് സ്ഥലമുണ്ട് ഈ ഭൂമിയില്? ഞങ്ങൾക്ക് വിശ്വാസം വരുന്നത് ഞങ്ങളെന്താ ഉടുത്തു വാങ്ങിയില്ല അല്ലല്ലോ. ഈ മണ്ണ് പെറ്റിട്ടായി എടുത്തില്ലേ നമ്മളൊക്കെ? അപ്പൊ അള്ളാഹുവിനൊരിക്കൽ സമർപ്പിച്ചതാണെങ്കിൽ മഹാവിഷ്ണുവിന് മഹാബലി സമർപ്പിച്ചു കൊടുത്തതാ, സമർപ്പിച്ചത് തന്നെയാ. ഒന്നല്ല, എടുത്തോളൂ, ദാനം കൊടുത്തതല്ലേ. ഈ വാക്കുകളൊക്കെ എനിക്ക് ദീർഘവീക്ഷണത്തോടെ ഉണ്ടായതാണോ ഇത്തരം കഥകളൊക്കെ നമുക്ക് തോന്നിപ്പോകും. മഹാവിഷ്ണു പിടിച്ചെടുത്തതൊന്നുമല്ല, ദാനം ചോദിച്ച് സമർപ്പിച്ചു. അള്ളാഹുവിന് സമർപ്പിച്ചതാ, മഹാവിഷ്ണുവിന് സമർപ്പിച്ചതാ. മഹാബലിയുടെ ആളുകളാണെന്നല്ലേ പറയുന്നത്. ഓണത്തിന് മഹാബലി എല്ലാം വരണം എന്നൊക്കെ നമ്മളാരെങ്കിലും പറഞ്ഞാൽ നമ്മളൊക്കെ
വർഗീയവാദികളായിട്ടുണ്ട്. നമ്മളെല്ലാം കേരളം മുഴുവൻ മഹാബലിയുടെ സ്വന്തം ആൾക്കാരുടെ കൊടവയനും കൊമ്പമേശയും വിളിക്കാതെ. ഏത് മഹാബലിയാ ദൈവത്തിനറിയാം. കൊടവയനും കൊമ്പമേശയും വിളിക്കി കേരളം മുഴുവൻ ഉള്ളു മറയ്ക്കുന്ന മഹാബലിമാരുണ്ടല്ലോ. ആ മഹാബലിക്ക് കൊടുത്ത ദാനം കൊടുത്ത മണ്ണേ ഉള്ളൂ. എങ്കിൽ അതാണ് തിരിച്ചു കിട്ടൂലേ? അതെ, മൃഗീയ ഭൂരിപക്ഷത്തോടെ ഇന്ത്യൻ പാർലമെന്റ് ഭരിക്കുമ്പോൾ കഴിഞ്ഞ 2 ടേമും ചോദ്യം ചെയ്യപ്പെടാത്ത ഭൂരിപക്ഷം മോശമില്ല. അന്ന് മോദിജി ഗവൺമെന്റ് അങ്ങനെ നിയമം ഉണ്ടാക്കിയിരുന്നു. നിർത്തിയത് അള്ളാവിന് സമർപ്പിക്കുക ചോദ്യം ചെയ്യാൻ പാടില്ല, സുപ്രീം കോടതിയിൽ പോകാൻ പാടില്ല, കോടതിയിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് മൻമോഹൻ സിംഗിനും നെഹ്റുവിനും മൻമോഹൻ സിംഗിനും നരസിംഹറാവുവിന് നിയമം ഉണ്ടാക്കാച്ചാൽ നരേന്ദ്രമോദിജി അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയാലോ? വാമനൻ അല്ലെ, അത് മഹാബലി സമർപ്പിച്ച ഭൂമി അത്രയും മഹാവിഷ്ണുവിന്റെയാണ്. അതിലാർക്ക് വേണമെങ്കിൽ താമസിക്കാം. നിങ്ങൾക്ക് ഉടമസ്ഥാവകാശമില്ല, നികുതി വെക്കാൻ പാടില്ല, പണയം വെക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, എല്ലാം മഹാവിഷ്ണുവിന്റെ. പറഞ്ഞൂടെ? ഒരു നിയമം എല്ലാവർക്കും ബാധകമാവണ്ടേ? ഇനി അപ്പൊക്കെ കഥയല്ലേ, ഇതെന്താ തെളിവല്ലേ? വാമനന്റെ മഹാബലിക്കൊക്കെ ആ ഓണക്കാലത്ത് മാത്രം ഭഗവാനെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ചവിട്ടി കാത്തി കുത്തി കാത്തി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ കഥയിലൊക്കെ ഭയങ്കര വിശ്വാസം. അല്ലെങ്കിൽ ആ കഥയ്ക്ക് ചോദ്യം അപ്പൊ ആ കഥയ്ക്ക് ഭയങ്കര വിശ്വാസം. അല്ല, മുണക്കേട്ടുള്ള സമയമാണ് ഓണക്കാലം പറഞ്ഞത്. അവിടെ കഥയാണ്. കഥയുടെ ആനുകൂല്യം തല്ലിക്കൊണ്ട് നമ്മൾ തല്ലിക്കളഞ്ഞു. എന്നാൽ തിരുവിതാംകൂറിന്റെ ഭൂമി വേണാട് എന്ന കൊച്ചുനാടിന് ചുറ്റുമുള്ള രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചുകൊണ്ട് തിരുവിതാംകൂർ എന്ന നാടാക്കി വളർത്തിയെടുത്ത ആധുനിക തിരുവിതാംകൂറിന്റെ സ്രഷ്ടാവെന്ന് അറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മ തിരുമനസ്സുണ്ട്. തനിക്ക് കരകരമായതും താൻ നേടിയെടുത്തതുമായ ഭൂമി അത്രയും രേഖാമൂലം അനന്തപത്മനാഭന് സമർപ്പിച്ചു. ഇതുപോലെ നൈക്കോട്ടെ വൈകിട്ട് അമ്പൂര് സംബന്ധത്തിന് പോയെടുക്കുന്ന ആ ഭൂമിയൊക്കെ പള്ളിക്കാർക്ക് കൊടുക്കാട്ടോ എന്ന് പറഞ്ഞു എന്നുള്ള വാക്കല്ല. രേഖാമൂലം എഴുതി പത്മനാഭന്റെ മുന്നിൽ തൃപ്പടിദാനം വെച്ചിട്ടുണ്ട്. തൃപ്പടിദാനം നടത്തിയിട്ട് തിരുവിതാംകൂർ ഭൂമി മുഴുവൻ അനന്തപത്മനാഭന്റെയാണ്. ആ പത്മനാഭന്റെ ദാസൻ എന്ന നിലയിൽ ഉടവാള് സ്വീകരിച്ച് പത്മനാഭദാസനായിട്ടാണ് തിരുവിതാംകൂർ മഹാരാജാവ്. രാജാവല്ല, ദാസനാണ് ശരിക്കും. പത്മനാഭൻ രാജാവല്ല, പത്മനാഭനാണ് രാജാവ്. വെറും വാക്കാലുള്ള രാജാവല്ല, രേഖാമൂലമുള്ള രാജാവ്. വെള്ളിനെ കൂട്ട കാലത്താ ചക്കി വെക്കാന്ന് പറഞ്ഞ വളരെ കൃത്യമായി കൊല്ലമുള്ള തൃപ്പടിദാനം കൊടുത്ത് 1759 തൃപ്പടിദാനം നടത്തിക്കൊണ്ട് ഒരുപാട് കാലമൊന്നും ആയില്ല. അപ്പൊ രേഖാമൂലം കൊടുത്തിട്ടുണ്ട്. നരിക്കോട്ടാണെങ്കിൽ നമ്പൂരി കൊടുത്താൽ വക്കപ്പോടിന് അധികാരം ഉണ്ടെങ്കിൽ, മാർത്താണ്ഡവർമ്മ പത്മനാഭൻ കൊടുത്താൽ പത്മനാഭൻ അധികാരം ഇല്ലേ? എന്നിട്ട് എന്താണ് ഇന്നത് മതേതരത്വം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിന് നിയമം പോലെ പരിരക്ഷ ഉണ്ടെങ്കിൽ അവിടെ രേഖയുണ്ട്. ആ രേഖയ്ക്കനുസരിച്ച് പരിരക്ഷ നടത്തിയിട്ടുണ്ടെങ്കിൽ കൊട്ടിയൂര് മഹാദേവ ക്ഷേത്രത്തിന് 28,000 ഏക്കർ ഭൂമിയുണ്ട്. കൊട്ടിയൂര് 28,000 കൊട്ടിയൂർ തീർത്ഥാടനമുള്ള 28,000 ഏക്കർ ഭൂമി ഇന്ന് തിരിച്ചു പിടിക്കാൻ പറ്റിയല്ലോ. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങൾക്കും, ഒന്നിനൊന്നല്ല, ഓരോ ക്ഷേത്രങ്ങൾക്കും ഇനി അല്ല, ഓരോരുത്തരുടെ ആധാരം എടുത്ത് പരിശോധിച്ചാലും ഏതെങ്കിലുമൊക്കെ ദേവസ്വത്തിന്റെ ബ്രഹ്മസ്വത്തിന്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ തുടങ്ങിയാലോ. ക്ഷേത്രത്തിൽ നിങ്ങൾ കേസിന് പോയാൽ ആകെ കിട്ടുക നികുതി കെട്ടാത്ത ഭൂമി ക്ഷേത്രത്തിനായി മാറ്റിയിട്ടത് ഒഴിച്ച് ദേവസ്വം ഭൂമികളൊന്നും കേസിന് വിധിക്കുന്നില്ല. തിരിച്ചു ഉത്തരങ്ങളുണ്ട്. കത്തോലിക്ക സഭയ്ക്ക് ഭൂമിയില്ലേ, ദേവസ്വം ബോർഡിന് ഭൂമിയില്ലേ, ക്ഷേത്രങ്ങൾക്ക് ഭൂമിയില്ലേ? ഉണ്ട്. അതും വഖഫ് ബോർഡിന്റെ ഈ നിയമവുമായിട്ട് വ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് ദേവസ്വത്തിന്റെ ഒരു ഭൂമി, ദേവസ്വത്തിന്റെ ഒരു നോട്ടീസ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ കിടപ്പാടം ഇന്ന ക്ഷേത്രത്തിന്റേതാണ്, ദേവസ്വത്തിൽ ഭൂമിയുടേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നോട്ടീസ് കിട്ടിയാൽ നിങ്ങൾക്ക് നമ്മുടെ നീതിപീഠത്തെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കും വാദഗതി ഉന്നയിച്ച ദേവസ്വം ബോർഡിനും തുല്യ ബാധ്യതയാണ് അത് അവലോകനം തെളിയിക്കേണ്ടത്. നിങ്ങളുടെയുള്ള രേഖ നിങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ദേവസ്വം ബോർഡ് തെറ്റ് രേഖയുമായി ദേവസ്വം ബോർഡ് വരണം, വാദിക്കണം. അവസാന നിയമം എവിടെയാണോ അവിടേക്ക് വരുള്ളൂ. ഇത് തന്നെയാണ് ക്രൈസ്തവ സഭകളുടെ ഭൂമിയിൽ കോടതിയിൽ പോകാം. പക്ഷെ വഖഫ് ബോർഡിന്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. പോകേണ്ടത് അവരുടെ ട്രൈബ്യൂണലിലാണ്, വഖഫ് ട്രൈബ്യൂണൽ. അതാരാ? വഖഫ് ബോർഡിന്റെ ട്രൈബ്യൂണലിലാണ് പരാതിയുമായി കെട്ടിക്കണയെടുത്ത് നമ്മൾ ചെല്ലുന്നത്. ആരാ ട്രൈബ്യൂണല്? ഞാനും അപ്പനും സുഭദ്രയും. ട്രൈബ്യൂണലിൽ ആരാ വിടാ? ഞാനും അപ്പനും സുഭദ്രയും. അതന്നെ ട്രൈബ്യൂണല്. തിരിച്ച് ആരാ? വഖഫ് ബോർഡ്. അത് സുഭദ്രയും അപ്പനും ഞാനും.
വക്കപ്പോൾ എന്ന് പറഞ്ഞാൽ സുഭദ്രി അപ്പനും ഞാനും, ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഞാനും അപ്പനും സുഭദ്രി. മനസ്സിലായി? അതേ ചോദ്യമില്ല. ഇതെന്നെ അടുത്ത് ഇതിന് ഒരു കഷ്ടം കൊടുത്ത് ട്രൈബ്യൂണല്, ഒരു കഷ്ടം കൊടുത്ത് വക്കപ്പോൾ. ഇന്ത്യൻ നിയമം ബാധകമല്ലാത്തൊരു സംവിധാനമില്ല. രാജ്യത്തിനകത്തൊരു മതരാജ്യമോ, മതേതര രാജ്യത്തിനകത്തൊരു മതരാജ്യമോ അതനുവദിക്കില്ല എന്നുള്ളതാണ് ഈ കാടൻ നിയമം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞത്. 99 ബഹിരിക്കുന്നത് എന്തുപോലെ പെണ്ണ് കെട്ടണമെങ്കിൽ നിയമം സർക്കാരിന്റെ നിയമം പറ്റില്ല, ശരീരത്തെ നിയമം. പെണ്ണിനെ ഒഴിവാക്കണമെങ്കിൽ സർക്കാരിന്റെ നിയമം പറ്റില്ല, അതിന് നിയമം വേണം, അതിന് മത നിയമം വേണം. എല്ലാ കാര്യങ്ങൾക്കും മത ആനുകൂല്യങ്ങൾ അത് സർക്കാരുണ്ട്. അത് പെണ്ണ് കെട്ടേണ്ടത് മത നിയമം വെച്ച്, കുട്ടികളാവുന്നത് മത നിയമം വെച്ച്, പെണ്ണിനെ ഒഴിവാക്കുന്നത് മത നിയമം വെച്ച്, ഉണ്ടായ പിള്ളേരെ പോറ്റേണ്ടതോ ഗവൺമെന്റിന്റെ ബാധ്യത. അതിന്റെ ബാധ്യത ഗവൺമെന്റ്. നിയമമൊക്കെ ഞങ്ങളുടെ മത നിയമം, പക്ഷെ പോറ്റാനുള്ള ബാധ്യത മതത്തിനില്ല. ആ നിയമമാക്കാൻ കിടക്കുന്നത് ബാധ്യത കിടക്കുന്നത് സർക്കാർ. ഇതെന്ത് നിയമം? ഇത് എവിടുത്തെ നിയമം? ഇതൊക്കെ ചോദ്യം ചെയ്താൽ വർഗീയവാദി ആകുമായിരിക്കും. അങ്ങനെയുള്ള പണ്ട് നിയമം. പട്ടി കടിച്ചാലല്ല പട്ടിയൊക്കെ കണ്ടാനാ കുട്ടിയെന്ന് പണ്ട് കേട്ടിട്ടുണ്ട്. കടിച്ച പട്ടിക്കല്ല അത്ര കുഴപ്പം, കേസാർക്കാണ് കണ്ട പട്ടിയൊക്കെയാണ് കുഴപ്പമെന്ന് പറഞ്ഞ മാതിരിയാണ്. വക്കപ്പോൾ ഈ കണ്ടമാനക്കാരുടെ സ്വൈരം മുഴുവൻ തകർത്ത് കയറുമ്പോ അവർക്കെതിരെ പറയാൻ ചങ്കൂറ്റമില്ലാത്ത രാഷ്ട്രീയക്കാര് ഇവിടുത്തെ സംവിധാനം സുരേഷ് ഗോപി ഏതാണ്ട് പറഞ്ഞു. സുരേഷ് ഗോപിക്കെതിരെ കേസ്. വക്കപ്പോൾ കണ്ടവരുടെ വീട്ടിൽ കയറി അവരുടെ സ്വസ്ഥത എടുക്കുമ്പോൾ അവർക്കെതിരെയല്ല പ്രശ്നം. സുരേഷ് ഗോപി ഇങ്ങനെ ഒരു ബോർഡിന്റെ നട്ടല് ചവിട്ടിപ്പൊടിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുമ്പോ നട്ടലല്ല, പപ്പ പോലും പുറത്തേക്ക് എടുക്കുന്നത്. നട്ടല് ഇങ്ങനെ ഒരു കാല നിയമവുമായിട്ട് ഈ മതേതര രാജ്യത്ത് കഴിയൂ. നിങ്ങൾക്ക് അത് നിർത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങളുടെ പുറകെ കേസുമായി ഒരു ശബരിമലയുടെ 1000ഓളം കേസ് എന്റെ പേരിൽ. ഇതിലൊക്കെ ഞങ്ങൾ ഏതെങ്കിലും എലിമലയിലെ പുലിമലയിലെ പോയിരുന്നോ? എന്നിട്ട് കേസ് KPCCയുടെ ഒരു മാധ്യമസെല്ല് എന്തെല്ലാം പറയാ അങ്ങനെ കേസ് കൊടുത്തേക്ക്. സുരേഷ് ഗോപിക്കെതിരെ വക്കപ്പോടെന്ന് പേരെന്ന് പറഞ്ഞിട്ടില്ല. ഒരു ബോർഡ് ഇവിടെ എങ്ങനെ വിലസണ്ട നാട്ടിൽ ചവിട്ടി കൊടുക്കുമെന്ന് അദ്ദേഹത്തെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറഞ്ഞു. അതിനെതിരെ KPCCക്കാരൻ തന്നെ KPCCക്കാരൻ നൊന്തു. 1600 കുടുംബങ്ങൾ കുഞ്ഞുകുട്ടി പരാധീനങ്ങളുമായി ഒരു മാസമായിട്ട് പട്ടിണി സമരം നടത്തുമ്പോൾ ഇതുവരെ നോവാത്ത KPCCക്ക് സുരേഷ് ഗോപി വക്കപ്പോടിന്റെ പേര് പോലും പറയാതെ പറഞ്ഞപ്പോൾ നൊന്തെങ്കിൽ സഹിച്ചോളി. അത് നോക്കിയൊന്നുമില്ല. ഞങ്ങളുടെ വായിക്ക് നിങ്ങളാരും തൽക്കാലം അരപ്പൊരിച്ചു കഴിക്കണം. പറയാനുള്ളത് കൃത്യമായി പറഞ്ഞു തന്നെയാ ചെയ്യുക. കേസെടുക്കുകയാണെങ്കിൽ കേസെടുക്കുക, യാതൊരു പ്രശ്നമില്ല. അതാ പറഞ്ഞ പട്ടി കടിക്കാനല്ല, പട്ടിയൊക്കെ കണ്ടേനാണ് കുഴപ്പം എന്ന് പറഞ്ഞ മാതിരിപ്പോ വക്കപ്പോടിന്റെ കടന്നുകയറ്റങ്ങളല്ല പ്രശ്നം. അതിനെതിരെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷനുണ്ട്. അപ്പൊ സ്വാഗതം ഇങ്ങനെയെന്ന് പറയുന്നു. അപ്പോ അതുകൊണ്ടാണ് ഇത് മതേതര രാജ്യമാണെങ്കിൽ അതിനകത്ത് മതരാജ്യങ്ങൾ അനുവദനീയമല്ല. ഇപ്പോ വളരെ കാര്യമായ ഒരു മുസ്ലിം സുഹൃത്തുക്കൾക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതൊരു സിനിമാ നടൻ 4 കെട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം കഥകൾ വായിച്ചു വെച്ചിട്ട് പേരൊന്നും അറിയാൻ വയ്യ. ഏതോ ഒരു 4ാമത്തെ പെണ്ണ് കെട്ടി എന്നൊക്കെ പറഞ്ഞ് വലിയ ആഘോഷത്തോടെ കണ്ടിരുന്നു. ഇവിടെ ഇവിടെ എവിടെയാണ് അല്ലേ പാവക്കുളത്തോടെ വെച്ചിട്ട് കല്യാണം വന്നതുകൊണ്ട് 4ാമത്തെ ഇത് കണ്ടോ? അതൊരു ഹിന്ദു ആയതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു മുസ്ലിം ആയിരുന്നെങ്കിലോ നിയമം മൂലം മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നു ഇല്ല. അങ്ങോട്ട് 4ാമത്തെയാണ് കെട്ടിയെന്ന് എനിക്കറിയില്ല. 3 കെട്ടും ഒഴിവാക്കിയത് കോടതി മുഖേനയാണ്. 3 കെട്ടും ഒഴിവാക്കിയത് കോടതി മുഖേനയാണ്. ഇവർക്ക് കോടതി മുഖേന വേണ്ട. പള്ളിയിലേക്ക് ഒരു കത്തയച്ച് 3 തുപ്പിയ പണിയാണ്. 3 തുപ്പിയ പെണ്ണ് മോശമായി പോയി. പെണ്ണിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം നേടിയാണ്. കോടതി വേണ്ട. ഇതൊക്കെ നിയമം. പെണ്ണ് കെട്ടാൻ കോടതി ഇന്ത്യൻ നിയമം വേണ്ട, ഒഴിവാക്കാൻ ഇന്ത്യൻ നിയമം വേണ്ട. ഇപ്പൊ വന്ന് ഭൂമിയുടെ സ്വത്തവകാശത്തിനും ഇന്ത്യൻ നിയമം വേണ്ട എന്ന് പറഞ്ഞാൽ എന്തിനാ 47 ആഗസ്റ്റ് അർദ്ധരാത്രി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്? എന്തിനാണ് നമ്മൾ മതേതരത്വ ഘോഷണം നടത്തുന്നത്? എന്തിനാണ് അടിയന്തരാവസ്ഥയിൽ 20 നാളുകളിൽ മതേതരം എന്ന വാക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി പിടിപ്പിച്ചത്? ഏറ്റവും വലിയ മതേതര രാജ്യം എന്ന് വസൂലിക്കുന്നത് എന്തിന്? ചിലർക്ക് ഇവിടുത്തെ ഒരു മതനിയമവും വേണ്ടാന്നുണ്ടെങ്കിൽ മതനിയമങ്ങളൊന്നും മതേതര നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല. ഞങ്ങൾക്കെല്ലാം പ്രത്യേകമായ മതനിയമം വേണം എന്നാണെങ്കിൽ എല്ലാത്തിനും ഒരു അവസാനം ഇടാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ
രാജ്യത്തെ പൗരന്മാരാണെങ്കിൽ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് പണ്ട് നമ്മുടെ മരുന്ന് തോട് കയറി വിളിച്ചില്ലേ, മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാം. മരുന്ന് വിളിച്ചു പറഞ്ഞത് പറഞ്ഞിട്ടല്ലേ, മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതാണ്. പിന്നെ ഓരോ ഗ്രാമങ്ങളിലും സാധാരണക്കാരുണ്ട്. മതങ്ങൾ തമ്മിൽ ഭിന്നിക്കാനുള്ള ഒരു വിഷയമായി പോകുന്നത്. ഇപ്പൊ വന്ന മുസ്ലിം സമൂഹം എന്ന ഭാഗത്തേക്ക് വരികയാണ്. ഞാൻ തന്നെ പറഞ്ഞില്ല, ഞങ്ങൾക്ക് പരാതിയുമായി വന്നത് ഹംസയാണ്. എന്റെ ഭൂമിയിലെ വകപ്പോട് നോട്ടീസ് വന്നവർ കൊടുക്കേണ്ട ഹംസ ഇപ്പൊ മുനമ്പത്ത് വന്നത് എനിക്ക് നോട്ടീസ് കൊടുക്കാൻ വേണ്ടത്. അത് രസം, ഈ ഹംസയുടെ വല്യപ്പ അവിടെ എത്രയോ ആയിരക്കണക്കിന് ഏക്കറുടെ ഉടമസ്ഥതയുണ്ട്. വല്യപ്പ അങ്ങോട്ടിപ്പോ 10 സെന്റിലാണ് ജീവിക്കുന്നത്. ആ 10 സെന്റിന്റെ മുകളില് വക്കപ്പോട് അവകാശം ഉന്നയിച്ചു. ഭാസ്മാസുരിന് വരെ കൊടുക്കുക കേട്ടിട്ടുണ്ട്. ഇതിപ്പോ എന്താണ് ഇപ്പൊ യഥാർത്ഥത്തിലാണ് കണ്ടു. ഇതിന്റെ ഭവിഷ്യത്ത് എല്ലാവരും മനസ്സിലാക്കും. അതുകൊണ്ടാണ് എല്ലാറ്റിനും അപ്പുറം ഈ കാടൻ നിയമം റദ്ദ് ചെയ്തേ മതിയാകും എന്ന് നമുക്ക് പലതരം ആരും മേലേക്ക് ഇതിൽ കടന്നു വരാം. ആരും എനിക്കും ഇന്ന് എന്റെ ആണെങ്കിലും നാളെ നിങ്ങളുടെ ആയിരിക്കും. കിടക്കുന്ന നമ്മുടെ കിടപ്പാടത്തിന് സ്വൈര്യമില്ലെങ്കിൽ അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഭൂപരിഷ്കരണത്തിന്റെ ഏറ്റവും വലിയ മഹിമയായിട്ട് പറഞ്ഞതെന്താ, ഭൂമിയുടെ ഉടമസ്ഥാവകാശം സാധാരണക്കാരനെ കിട്ടി. ആ ഉടമസ്ഥാവകാശമാണ് ഇപ്പൊ ചോദ്യം ചെയ്യുന്നത്. പിന്നെ എന്ത് നവോത്ഥാന കേരളത്തിൽ നടന്നത്, എന്ത് വിപ്ലവ കേരളത്തിൽ നടന്നത്. ഞാൻ അതേപോലെ ഗോവിന്ദൻ പറഞ്ഞ ജന്മി എന്നൊരു വർഗത്തെ ഞങ്ങൾ ഇല്ലാതാക്കി. ഞങ്ങൾ ജന്മി എന്നൊരു വർഗത്തെ എന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതാ, കേരളത്തിൽ ഞങ്ങൾ വർഗത്തെ ഇല്ലാതാക്കി. ഏത് വർഗത്തെ എന്ന് പത്രക്കാരുടെ എടുത്തെടുത്ത് ചോദിച്ചിട്ട് ജന്മി എന്ന വർഗത്തെ ഇല്ലാതാക്കിയില്ല സഖാവേ. ദേ വരുന്നു വക്കഫിന്റെ രൂപത്തില് പുത്തൻ ജന്മിമാർ. നിങ്ങൾ വേണേ താമസിച്ചോ, ഞങ്ങൾ അനുവദിക്കുന്നിടത്തോളം കാലം. ഇപ്പൊ വക്കപ്പാട്ടിന്റെ ആളുകളായെങ്കിലും അതൊക്കെ രാഷ്ട്രീയക്കാരെ പറഞ്ഞ് ഇറക്കി വിടില്ല. ഇപ്പൊ ഇറക്കി വിടില്ല. പിന്നെ എപ്പ ഇറക്കി വിടണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. ഇപ്പൊ ഇറക്കി വിടില്ല, എപ്പ ഇറക്കി വിടണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. മുഖ്യമന്ത്രി പറഞ്ഞാൽ തീരുവോ ഈ വിഷയം? വഖഫ് നിയമം റദ്ദ് ചെയ്യാതെ, അതിനെതിരെ പറയാതെ, ഇത് വഖഫ് ഭൂമി അല്ല എന്ന് സ്ഥാപിക്കാതെ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എത്ര കണ്ടക്ഷോഭം ചെയ്തിട്ട് എന്താ കാര്യം? ശാശ്വതമായ പരിഹാരം നടക്കുവോ? ഇപ്പൊ ഏതോ 2 ആൾ കേസിന് പോയിട്ടാണ് മുനമ്പ വിഷയം വന്നിരിക്കുന്നത്. ഈ 2 ആളെ തെറ്റ് ചെയ്ത വേറെ 2 ആൾക്ക് കേസിന് പോയി കൂടെ? അത് വഖഫിന്റെ ഭൂമിയാണെന്നത് വേറെ 2 ആൾക്ക് കേസിന് പോയി കൂടെ? പോകാൻ പാടില്ല നിയമം പറഞ്ഞത്. പോകാതിരിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള നിയമം സംവിധാനം ഉണ്ടാകണം. പക്ഷേ ഇവിടെ നിർഭാഗ്യവശാൽ സംഭവിച്ചതെന്താ, വഖഫ് നിയമ ഭേദഗതിക്കെതിരെ 140 MLA-മാരും ഒരുമിച്ച് പ്രമേയം പാസാക്കി കേരളത്തിൽ. വഖഫ് ഭേദഗതിക്കെതിരെ മുനമ്പം അടക്കമുള്ളവരുടെ കണ്ണീരുടെ വീഴുമ്പോഴും ഒരുപിടി മുസ്ലിം വോട്ടിന് വേണ്ടി ഈ നെറികേട് കാണിച്ച ഈ 140 MLA-മാര് എന്ത് ചെയ്യണമെന്ന് ആരാ തീരുമാനിക്കുന്നത്? ഒരാൾക്ക് പോലും ആദിവാസികളുടെ ഭൂമിയെ പറ്റി നിയമം ഉണ്ടാക്കുമ്പോൾ ഒരു ഗൗരിയെ പറ്റിയെങ്കിലും എണ്ണക്കിടുന്നത്. ഇത് ഈ 140 MLA-മാരും ഒരുമിച്ച് വോട്ട് ചെയ്തൊരു പ്രമേയം പാസാക്കി വഖഫ് ഭേദഗതി പാടില്ല. അതായത് കേരളത്തിലെ ഏത് ഭൂമി പഴയ പറഞ്ഞമാര് അവർക്ക് അവകാശവാദം ഉന്നയിക്കാം. അത് നെൽപ്പറമ്പിലെ നമ്പൂരി കൊടുത്തതായാലും വേണ്ട, വല്ലങ്കോട്ട് രാജാവ് കൊടുത്തതായാലും വേണ്ട, അല്ലെ ചെറുക്കൻ തമ്പുരാൻ കൊടുത്തതായാലും വേണ്ട, ആരും കൊടുത്തതാണെങ്കിലും എല്ലാ ഭൂമിക്ക് മേലും ഞങ്ങൾക്ക് അവകാശവാദം ഉന്നയിക്കാം എന്ന് പറയുന്നതിന് ആ നിയമ ഭേദഗതി തുടങ്ങി. അപ്പോ ഇവിടെ ഈ വഖഫ് നിയമം റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതോടുകൂടി മലയാളികൾ തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പൊള്ളത്തരത്തെ കൂടിയാണ്. അത് തിരിച്ചറിഞ്ഞാലേ നമുക്ക് മുന്നോട്ട് പോകുള്ളൂ. ഈ മുനമ്പത്തടക്കം ആയിരക്കണക്കിന് പേരുടെ കിടപ്പാടം പ്രശ്നമായിട്ട് രാഷ്ട്രീയക്കാരൊന്ന് താളം ചവിട്ടാണ്. മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും അവിടെ വന്ന് പരസ്യമായി വഖഫ് ഭൂമി അല്ലെന്ന് പറയാനുള്ള തന്റേടമില്ല. പകരം താളം ചവിട്ടുക, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. കോൺഗ്രസ്സുകാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇതിനൊപ്പം കക്കൂസ് പോകാൻ തുടക്കോ? ഒപ്പമുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പമുണ്ട്. എന്താ നിയമപരമായി ഒപ്പമില്ലാതെ ഒപ്പമുണ്ട് 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 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഞങ്ങൾ ഒപ്പമുണ്ട്. ഏത് വിധത്തിൽ എന്ന് തുറന്നു പറയാൻ സാധിക്കുന്നില്ലല്ലോ. എന്നാൽ ആലോചിച്ചു നോക്കൂ, ഇത് ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന, നേരിട്ട് നമുക്ക് തൊട്ടറിയാവുന്ന വിഷയമാണ്. പക്ഷേ CAA എന്ന ഭേദഗതി, പൗരത്വ നിയമ ഭേദഗതി ഇവിടെ പാസ്സായപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാട്ടിക്കൂട്ടിയത്? മുസ്ലിങ്ങളെയൊക്കെ ഇറക്കി വിടാൻ പോകുന്നു, മുനമ്പ നിവാസികളെ ഇറക്കി വിടുന്ന അവസ്ഥയിലെത്തിയിട്ട് തലപ്പറമ്പില് ജനമായി നിൽക്കുന്നത് അതേപോലെ ഓരോരുത്തരും നിയമം ചൂടുമായി നിൽക്കും. ഇവർക്കാർക്കും യാതൊരു കുഴപ്പമില്ല. ഇന്ത്യയിലെ ഒരാളെയും ബാധിക്കാത്ത പുറത്തുനിന്ന് വരുന്നവരെ മാത്രം അവരെ കരുതി ഉണ്ടാക്കിയ നിയമമായിരുന്നു CAA. അന്ന് പാകിസ്ഥാനിലെ മുസ്ലിമിനോ അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമിനോ അല്ലെങ്കിൽ
അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ മുസ്ലിമിനോ ഇവിടെ ഇതുപോലെ ഓടി വന്ന് പൗരത്വം കൊടുക്കുന്നില്ല എന്നതിന്റെ പേരിൽ ആ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇവിടെ തെരുവിൽ കലാപം കുട്ടി എവിടെ നിൽക്കേ എന്തൊക്കെ ചെയ്തു? ഹർത്താല തിരിച്ചു, കടയടച്ചു പോയി. നിങ്ങൾക്ക് ഞങ്ങൾ സാധനം തരാമെന്ന് കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ പാലക്കാട്ടിൽ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഏത് പാർട്ടിയിലാണ് മൂപ്പർക്കേക്കോ ഇത് നോക്കേണ്ടി വരും. ഇന്നിപ്പോ ഞാൻ ഏത് പാർട്ടിയിലാണെന്ന് നോക്കണമെങ്കിൽ മൂപ്പർക്ക് ഇന്നലെ ഒരു പാർട്ടിയിലാണ് ഇന്നൊരു പാർട്ടിയിലാണ് അങ്ങനെ ചാടിക്കളിക്കുന്ന മഹാനായ പാലക്കാട്ടെ സ്ഥാനാർത്ഥി എന്റെ അടുത്ത മറ്റേരെ ഞങ്ങൾക്ക് രണ്ടാളും ലാക്കട്ടർമാരാണ്. ഭാര്യയും ഭർത്താവും ലാക്കട്ടർമാരാണ്. ഈ ലാക്കട്ടറുടെ ബോർഡിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഡിഗ്രിയൊക്കെ വെച്ചിട്ടുള്ള ബോർഡിന്റെ കൂടെ അന്നൊരു ബോർഡ് കൂടെ വെച്ചു. CAA നിയമം പാസാക്കിയ സമയത്ത് പറഞ്ഞു CAA നിയമത്തെ അനുകൂലിക്കുന്നവർക്കുള്ള ചികിത്സയില്ല. ആലോചിക്കണം, ഹിപ്പോക്രാറ്റിക് വോട്ട്. ഇപ്പൊ കാലമാണെങ്കിൽ മൂപ്പരെടുത്ത് ഹിപ്പോക്രാറ്റിക് വോട്ടാണ് ഡോക്ടറാകാൻ. ആ വോട്ട് എടുത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് ഡോക്ടറായി കഴിഞ്ഞ് സ്റ്റെതസ്കോപ്പ് തൂക്കിയ മാന്യൻ ആ സ്റ്റെതസ്കോപ്പ് പോയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. ആ സ്റ്റെതസ്കോപ്പ് കഴുത്തിട്ട് മുറുകന്റെ ആലോചിക്കുന്നത് ആ സ്റ്റെതസ്കോപ്പിനോട് ലഭീകരിച്ചാണ്. എന്റെ മുന്നിൽ വരുന്ന രോഗികൾ CAA അനുകൂലിക്കരുത്. പാകിസ്ഥാനിലെ മുസ്ലിമിന് വേണ്ടി, ബംഗ്ലാദേശിലെ മുസ്ലിമിന് വേണ്ടി, അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമിന് വേണ്ടി തന്റെ മുന്നിൽ വരുന്ന രോഗികളെ മടക്കി അയച്ച ക്രൂരനാണ് അദ്ദേഹം. ആ അദ്ദേഹത്തിന് മുനമ്പൻകാരോട് ബാധ്യതയുണ്ട്. മുനമ്പത്തുനിന്ന് കുടിയിറക്കുന്നത് പിന്തുണയ്ക്കുന്നവർക്ക് എന്റെ ചികിത്സയില്ല, ഓടി വെക്കും അദ്ദേഹം. ഞാൻ എന്റെ ഭാര്യയെ ചികിത്സിക്കില്ല. മുനമ്പത്താകട്ടെ, തളിപ്പറമ്പാകട്ടെ, കൊടുങ്ങല്ലൂരാകട്ടെ, ചാവക്കാടാകട്ടെ, അല്ലെ മറ്റേ തലപ്പുഴയിലാകട്ടെ, കുടിയിറക്കി വിടുന്നവരെ, ഈ വഖഫ് നിയമത്തെ അംഗീകരിക്കുന്നവരെ ഞാനും എന്റെ ഭാര്യയും ചികിത്സിക്കില്ല. ഓടി വെക്കുവോ? ആള് ഡോക്ടറെ കൂട്ടണം നമുക്കറിയാതെ കാര്യം ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. മൂപ്പരടുത്ത് കാര്യം ചോദിക്കണം നമുക്കാവില്ല. കാരണം അതിനകത്തുള്ള കാര്യഗൗരവൊന്നും മൂപ്പരുടെ തലക്കകത്ത് ഇല്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോ ഇത്തരം എവിടെയോ കിടക്കുന്ന കേസിന് വേണ്ടി പോലും ഇവിടെ കോലാഹലം കൂട്ടിയവർ എന്തിന്? മറ്റേ ആമസോൺ കാലത്ത് തീപിടിച്ച വരെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് തോന്നി. ആമസോൺ കാലത്ത് തീപിടിച്ചതിനെതിരെ ഇവിടുത്തെ DYFI മറ്റേ പോയി പ്രകടനം നടത്തിയിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഇവർക്ക് വേണ്ടി ഒരു സമരം ഉണ്ടായിരുന്നു. ശരിക്കും ഈ ഇറങ്ങിപ്പോകേണ്ടി വെച്ച ആരെയും ഇവർക്കൊക്കെ ഭയം, താടിയുള്ള പേടിയുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് പറയാനുള്ളത് താടി എല്ലാവർക്കും മുളയ്ക്കും. പെണ്ണുങ്ങൾ ഒഴിച്ചുള്ളവർക്കൊക്കെ താടി മുളയ്ക്കും. താടിയുള്ള അപ്പനെ പേടിക്കാൻ തുടങ്ങിയാൽ താടി എല്ലാവർക്കും മുളയ്ക്കും. വേണ്ടി വന്നാൽ അതിന്റെ കാലമാണിപ്പോ. തുറന്നു പറയാത്ത പലരും പറയുന്നുവല്ല, പറയിപ്പിക്കുന്നു. ഞാൻ മുനമ്പത്തി ചെന്നപ്പോ അവരുടെ സന്തോഷം അത് വാക്കുകൾക്ക് അതീതമാണ്. പള്ളിക്കകത്ത് നടക്കുന്ന സമരവേദിയിൽ ഒരു ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികൾ എത്തിയപ്പോൾ നമുക്ക് അവരിൽ നിന്ന് സ്വീകരണം, അവരിൽ നിന്ന് പിന്തുണ, അവരുടെ സന്തോഷം അത് വാക്കുകൾക്ക് അതീതമാണ്. കാരണം നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ള ആ ശരിക്കും പറഞ്ഞാൽ എത്രമാത്രം ആഴത്തിലേക്കാണ് നമ്മൾ പതിച്ചിരിക്കുന്നത്, എത്ര വലിയ ഗർത്തത്തിലാണ് പതിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ കരകയറണമെങ്കിൽ പരസ്പരം കൈകോർത്ത് പിടിച്ച് മാത്രമേ മേലോട്ട് കയറാൻ സാധിക്കൂ എന്നുള്ള തിരിച്ചറിവാണ് ആ സന്തോഷത്തിന്റെ പുറത്തേക്ക് വരുന്നത്. എത്തിപ്പെട്ടത് വലിയൊരു അപകടത്തിലാണ്. അവിടെ പരസ്പരം കൈകോർത്തേ മതിയാകും. മലവെള്ളം വരുമ്പോ ചേർത്ത് പിടിച്ചാലല്ലേ മലവെള്ളത്തിന് ഒഴിച്ചു പോകാണ്ടിരിക്കുള്ളൂ. ആ ഒരു ചേർത്ത് പിടിക്കലിന് കേരളം തയ്യാറായി, അല്ല നിങ്ങൾ തയ്യാറാക്കി. ഈ അഹങ്കാരം ഒരു ഇത്തിരി മണ്ണിന്റെ അവകാശത്തിന് വേണ്ടി അല്ല. 2047 ആകുമ്പോഴേക്കും 1947 ചിരിച്ചു നേടി പാകിസ്ഥാൻ. 1947 ചിരിച്ചു നേടി പാകിസ്ഥാൻ. 2047 ആകുമ്പോഴേക്കും വഖഫ് നിയമങ്ങളിലൂടെ പൊരുതി നേടും ഹിന്ദുസ്ഥാൻ എന്നാണെങ്കിൽ ആ പൂനെ എട്ടാക്കി മടക്കിയിട്ട് പോക്കറ്റിലിട്ടാൽ മതി എന്ന് മാത്രമേ ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഏറ്റവും ചുരുങ്ങിയ വാക്കുകൾ. നിങ്ങളുടെ മതം ഏതോ ഞങ്ങൾക്ക് വിഷയമല്ല. അതൊക്കെ ഇവിടുന്ന് അങ്ങോട്ട് പോയാലല്ലേ അവിടെയല്ലേ പാസ്പോർട്ടിലെ മതമൊക്കെ നോക്കുള്ളൂ. എവിടെ പോകുമ്പോഴും തെക്കോട്ടെടുത്താലല്ലേ പാസ്പോർട്ടിലെ മതം നോക്കുള്ളൂ. സ്വർണ്ണത്തിലേക്ക് ഇന്നൊരു നരകത്തിലേക്ക് ഇന്നൊരു പോകുന്നു പറഞ്ഞ് പാസ്പോർട്ടിലെ മതം നോക്കണമെങ്കിൽ ചത്തതിന് ശേഷമല്ലേ ജീവിക്കുമ്പോൾ ഒന്നും നോക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മതം വിഷയമല്ല. നമുക്ക് ഏകോദര സഹോദരങ്ങളെ പോലെ ഇവിടെ എല്ലാവർക്കും ജീവിക്കാം. പക്ഷെ മതപൗരോഹിത്യം മറക്കരുത്. അവരെ കുത്തിയാൽ ചേരി കടിക്കരുത്. അവളെ കുത്തിയാൽ കടിക്കാത്ത ഒരു ചേരി ഈ പ്രകൃതിയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങൾ കുത്തുന്നത് അറിയില്ല. കോൺഗ്രസ് സർക്കാരുകൾ ഇലക്ഷനെ കടന്നു കയറാൻ വേണ്ടി ചെയ്തിട്ടുള്ള തെമ്മാടിത്തരത്തിന്റെ ഫലമായി നിങ്ങൾക്ക്
അപാരമായ ശക്തി കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ ആ ധാരണ തെറ്റാണ്. ഇവിടുത്തെ പരമാധികാരികൾ ജനങ്ങളാണ്, മതപൗരോഹിതമല്ല. മതപൗരോഹിതത്തിന് തിരിച്ചറിവുണ്ടായേ മതിയാകൂ. ഈ കാണൽ നിയമം റദ്ദ് ചെയ്യണമെന്ന് വിഷയം പരിഹരിക്കാൻ നടക്കുന്ന കുഞ്ഞാലിക്കുട്ടിമാരടക്കമുള്ളവരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടത് വഖഫ് നിയമങ്ങൾ റദ്ദ് ചെയ്യണമെന്ന്. അത് ഇവരെ ഞങ്ങൾ അവിടെ തൽക്കാലം സംരക്ഷിച്ചോളാമെന്നല്ല. വഖഫ് നിയമം റദ്ദ് ചെയ്യണമെന്ന് പറഞ്ഞ് മുന്നോട്ട് വരികയാണെങ്കിൽ കൈകോട്ട് പിടിക്കാൻ നമുക്ക് ആ വിഷയത്തിൽ ഐസ്ക്രീമിന്റെ തണുപ്പൊക്കെ അല്ലെ തൽക്കാലം മറന്നിട്ട് നമുക്ക് ആ കൈയൊന്ന് ചേർത്ത് പിടിക്കാം. ആ വിഷയം പറയുന്നത് വഖഫ് ബോർഡ് അല്ല വഖഫ് നിയമം റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കാം. അത് ന്യായത്തിന്റെ ഭാഷയാണ്. അതല്ലാതെ ഞാനാണ് ഇതിന്റെ കെട്ടുകാരി മൊമ്മോചരമായിട്ട് ഇതിന്റെ ഇടയിൽ കിടന്ന് ഓടി തൽക്കാലം ഈ പാവങ്ങളെന്നല്ല കേരളത്തിൽ ഇനി കുടിയിറങ്ങാൻ പിന്നെ തന്നെ വിടുന്ന എല്ലാ പാവങ്ങളുടെയും മുന്നിൽ ഈ വിധിയൊക്കെ കെട്ടി വരണ്ട. അവരോടൊപ്പം ഇവിടുത്തെ ദേശസ്നേഹികളുണ്ട്, ഇവിടുത്തെ ദേശീയവാദികളുണ്ട്. ഒരു തുണ്ട് ഭൂമിയിൽ നിന്ന് പോലും ആരെയും ഇറക്കി വിടാൻ അനുവദിക്കില്ല. നിങ്ങൾ കൂടി ഇല്ലെന്ന് പറഞ്ഞ കൊല്ലത്തല്ലത്. ഇനി ഇവിടുന്ന് ഇറക്കി വിടില്ല, മുനമ്പങ്കാരി ഇറക്കി വിടില്ല. പകരോ അന്ന് സേക്കേടാണ്ട് 400 ശിഷ്ടം ഏക്കർ എത്രയോ ഏക്കർ വെള്ളമൊക്കെ കൂടെ എത്ര പള്ളിക്ക് പക്കത്തിൽ ഈ മറ്റേ കരഭൂമി ഇറങ്ങുമ്പോ തൊണ്ടയിലിരിക്കണമെന്ന് വിചാരിച്ചിട്ടാണോ അറിയില്ല കൂടെ വെള്ളം കൊടുക്കുന്നത്. എത്ര വെള്ളക്കെട്ട് അതിന്റെ ചുറ്റുമുണ്ട്. ഈ വെള്ളക്കെട്ട് കരഭൂമി ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് സമർപ്പിച്ചതായിക്കോട്ടെ, കുഴപ്പമില്ല. ആ അല്ലെ അത്രയും ഭൂമി അതിന് എന്തൊരു പരിഹാരം ഉണ്ടാക്കാം. ആ കാസർഗോഡ് ഭാഗത്തെ ഇഷ്ടംപോലെ ഭൂമി അങ്ങനെ ഒഴിഞ്ഞിറക്കുന്നത്, ഇഷ്ടം പോലെ ഭൂമി ഒഴിഞ്ഞിറക്കുന്നത്. അതെടുത്ത് വക്കഫ് കൊടുക്കുക. ഈ 404 ഏക്കർ ഭൂമി അതിപ്പോ അത്രയൊന്നും ഇല്ല, പോട്ടെ 100 പറ്റേ ഉള്ളൂ, അത് ഇവർക്ക് കൊടുക്കുക. എന്നിട്ടോ കടലെടുത്തത് അടക്കമുള്ള 400 ശിഷ്ടം ഏക്കർ കാസർഗോഡ് കൊടുക്കാം. വേണ്ട വേണ്ട വേണ്ട, ഒരു തരി മണ്ണ് ഈ പേരിൽ വഖഫ് ബോർഡിന് പതിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് എല്ലാവരും വിധിയാക്കണം. കരമന കളിയിക്കാകള റോഡ് തിരുവനന്തപുരത്ത്, ആ റോഡ് വികസനത്തിന്റെ ഭാഗമായിട്ട് കൈമനം ഭാഗത്ത് റോഡ് കയ്യേറി അനധികൃതമായി ഒരു മറ്റേ എന്തായാലും പറയാ ഞങ്ങളവിടേക്കൊക്കെ നിസ്കാരപ്പള്ളി എന്ന് പറയും, അതൊക്കെ ഒരു വാക്കൊക്കെ ഉണ്ടായില്ല. ചെറിയ മറ്റൊന്നുള്ളതല്ല, ജുമാ നിസ്കാരം എന്നുള്ള പള്ളിയല്ല, അതൊരു ചെറിയൊരു നിസ്കാരപ്പള്ളി റോഡ് കയ്യേറി അനധികൃതമായി ഒരു രേഖയും അവിടുത്തെ മുസ്ലിം സമൂഹത്തിന് കയ്യിലില്ല. റോഡ് കയ്യേറി വെച്ചൊരു ചെറിയ നിസ്കാരപ്പള്ളി, റോഡ് വീതി കൂട്ടണം, ഈ പള്ളി എടുക്കണം. എന്താ വഴി? ആ പള്ളി എടുത്തു എന്ന് മാത്രമല്ല, KSRTCയുടെ കയ്യിലിരിക്കുന്ന നഗരത്തിലെ കണ്ണായ ഭൂമി ഈ കയ്യേറ്റ ഭൂമിക്ക് പകരമായി പള്ളിക്കാർക്ക് കൊടുത്തു. ഈ ഭൂമിയുടെ ഒരു രേഖയും അവർക്ക് ഹാജരാക്കാനില്ല. കേരളത്തിലെ ഹൈവേ വികസനം മറ്റു പലതും നടക്കുമ്പോൾ ദേവസ്വം ഭൂമികൾക്ക് പഴയ രേഖ ഹാജരാക്കാനില്ല എന്ന് പറഞ്ഞ് പലതിന്റെയും നഷ്ടപരിഹാരം കിട്ടുന്നില്ല. പഴയ രേഖകൾ ഹാജരാക്കാനില്ല. കാരണം കാലഘട്ടപ്പെട്ട രേഖകൾ എവിടെ പോയി തപ്പിയെടുത്ത് വരാനാണ്? ക്ഷേത്രത്തിന്റെ ഭൂമി ക്ഷേത്ര മുറ്റത്ത് കൂടി മുറിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോൾ പോലും രേഖ ഹാജരാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നഷ്ടപരിഹാരം വാങ്ങാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് ഒരു രേഖയില്ല എന്ന് പറയുന്നത്. ശങ്കരാടി മറ്റേ ദേവേജ് പറഞ്ഞാൽ ഈ രേഖയുണ്ട്, പള്ളിയുടെ രേഖ എവിടെയെന്ന് വെച്ചാൽ ഈ കഴിയുമ്പോ പോലെ ഈ കജുമ്പലുണ്ട്, ഈ കജുമ്പ പോലെ ഈ കജുമ്പലുണ്ട് പറഞ്ഞ് ഇതല്ലാതെ വേറൊരു രേഖയില്ലാത്തതിന് കണ്ണായ ഭൂമി KSRTCയുടെ കൈവശമിരിക്കുന്ന കണ്ണായ ഭൂമി നഗരഹൃദയത്തിൽ കൊടുത്തു എന്ന് മാത്രമല്ല 3 നില മാർബിൾ പള്ളി കെട്ടാനുള്ള പൈസയും കൊടുത്തു. അവിടെ പോയി കാണണം. താജ്മഹലിന് സമമായി 3 നില മാർബിൾ പള്ളിയുടെ കെട്ടിക്കഴിഞ്ഞു സർക്കാർ കൊടുത്ത ധനസഹായത്തിൽ. അതൊക്കെ കണ്ടിട്ടാണ് ഈ പൂതി എങ്കിൽ അതൊരു ചെറിയ കേസായിരുന്നു, ഒരു ചീള് കേസ്, ഒരു പള്ളിയുടെ. അതല്ല, ഇത് ഏക്കറ കണക്കിന് ഭൂമിയുടെ പ്രശ്നമാണ്. സർക്കാർ ഭൂമി ആരുടെയും തറവാട്ട് സ്വത്തല്ല. അതെടുത്ത് തോന്നി അവനെ കൊടുക്കാനും സാധിക്കില്ല. അതുകൊണ്ട് പകരം ഭൂമി എന്നൊരു സംവിധാനം വന്നാൽ കേരളം ഇതുവരെ കാണാത്ത സമര പരമ്പരകളിലേക്കായിരിക്കും ഈ നാട് പോവുക എന്ന സൂചനയല്ല എന്നൊരു ഭീഷണി തന്നെയാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾക്ക് നൽകാനുള്ളത്. ഇതുവരെ നിങ്ങൾ കാണാത്ത സമര പരമ്പരകൾക്ക് കേരളം സാക്ഷ്യം വഹിക്കും. പകരം ഭൂമി എന്ന ഒട്ടുതീർപ്പുമായിട്ട് 22-ാം തീയതി 20-ാം തീയതി പാലക്കാട്ടെ വോട്ടും കൂടി പെട്ടിയിൽ വീണിട്ട് 22-ാം തീയതി മനമക്കാരെ വിളിക്കാന്നാ പറഞ്ഞത്. വിളിക്കുന്നത് എന്ന് വിളിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിങ്ങൾ ഇന്ന് വിളിച്ചാലും കുഴപ്പമില്ല, 22-ാം തീയതി വിളിച്ചാലും കുഴപ്പമില്ല. പക്ഷെ സഖാവേ പകരം ഭൂമി
കൊടുക്കണമെങ്കിൽ പിണറായില് സ്വന്തം സ്ഥലത്ത് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാവം കമലാമ്മയുടെ വല്ല കുടുംബസ്വത്തും ഉണ്ടെങ്കിൽ, നീ അല്ല വീണാമ്മയുടെ മാസപ്പടി വാങ്ങിയ വലതും ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കണേന് ഞങ്ങൾക്ക് യാതൊരക്ഷേപമില്ല. പക്ഷേ സർക്കാർ ഭൂമി കണ്ട് പനിക്കണ്ട, സർക്കാർ ഭൂമി ഒരു തരി പോലും കൈമാറാൻ അനുവദിക്കില്ല. അപ്പോ അന്യായമായ നിയമങ്ങൾ ഉണ്ടാക്കി സ്വതവേ ദുർബല പോരങ്ങി ഗർഭിണി എന്ന് പറഞ്ഞു നിൽക്കുന്ന മതമൗലികവാദത്തിന് വീണ്ടും വീണ്ടും ശക്തി പകർന്ന് മതേതരത്വത്തിന്റെ വലിയ വലിയ പാഠങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഈ മണ്ണിനെ മതപരമായി വിഭജിക്കാൻ കൂട്ടുന്ന രാഷ്ട്രീയക്കാരെ തിരിച്ചറിയാൻ ഇത് നമുക്കൊരു അവസരമായി എന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ CAA-ക്ക് അവർക്ക് കൂട്ടുണ്ടായിരുന്നു, പാലസ്തീൻ അവർക്ക് കൂട്ടുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങൾക്കും. എന്തിന്? മദനിയുടെ കൂടെ വരെയുണ്ടായിരുന്നു. മദനിയെ മോചിപ്പിക്കാൻ വരെ 140 MLA-മാരും കൂടെ നിന്നതാണ്. അവിടെയാണ് ഈ പാപങ്ങൾ ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മതമില്ലാത്ത ജീവനാകട്ടെ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് വഖഫ് ബോർഡ് ആ വാള് വാങ്ങി നിൽക്കണ്ട, ആ വാർഡിന് ഈ കേരളത്തെ വിട്ടുകൊടുക്കില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ ത്രിവിക്രമൻ അളന്ന മണ്ണ് മാത്രമല്ല അല്ലെ, കേരളത്തിൽ വന്ന പരശുരാമൻ മഴുവെറിഞ്ഞ് നേടിയ ഭൂമിയാണിത്. ആ ഭൂമിയിലെ കിടപ്പാടത്തിന് വേണ്ടി പാവങ്ങളും മഴു കയ്യിലെടുക്കേണ്ടത് വിധിയൊക്കെ ഉണ്ടാക്കരുത്. പരശുരാമനെ പ്രാർത്ഥിച്ചുകൊണ്ടേ സ്വന്തം കിടപ്പാടം സംരക്ഷിക്കാൻ സ്വന്തം ആങ്ങളി പെങ്ങളും കൂടി കത്തിയെടുക്കും ഭൂമിയുടെ കാര്യം പറഞ്ഞു ഇല്ലേ? ഭൂമിയുടെ കാര്യത്തിലുള്ള എല്ലാ കേസും എല്ലാ വഴക്കും ഒക്കെ ഉണ്ടാവുന്നത് ഒരു വയറ്റിൽ കിടന്നവര് പോലും ഭൂമിയുടെ കാര്യത്തിന്റെ അവസ്ഥ അതാണ്. അപ്പോ പരശുരാമൻ വഴിവെറിഞ്ഞ് നേടിയ ഈ ഭൂമിയിൽ മുനമ്പത്തടക്കം പാവങ്ങൾക്ക് ഇപ്പൊ വളരെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് അഹിംസാപരമായ വളരെ ശാന്തമായ സമാധാനപരമായ സമരമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ ഇങ്ങനെയായിക്കോളുന്നത് അവർക്ക് പുറത്തു പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഗതികെട്ട ഒരവസ്ഥയിലേക്ക് കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞാൽ ഏത് തലത്തിലേക്കും ആരും പോകും. കേരളത്തിന്റെ ശാന്തിയും സമാധാനവും നശിക്കാതിരിക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഈ പാദസേവ നിർത്തുക. സത്യം പറഞ്ഞാൽ ഷൂ നക്കുകയാണ്. കേരളത്തിൽ ഷൂ നക്കുക ആരുടെ? ഒരു പിടി വോട്ടിന് വേണ്ടിയിട്ട് വഖഫ് ബോർഡിന്റെയും ഇസ്ലാമിക മത നേതൃത്വത്തിന്റെയും ഷൂ നക്കി 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 നാവ് തന്നെ രാഷ്ട്രീയക്കാരോട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്ഥിരബുദ്ധി വരുന്നുണ്ടെങ്കിൽ ആ നാവ് നക്കിയോടുന്നല്ല, ഷൂ നക്കി നക്കി നാവിന്റെ എന്തെങ്കിലും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ സത്യം പറയാൻ തയ്യാറാവുക. അല്ലെങ്കിൽ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്ന് മറക്കാതിരിക്കുക. മുഖ്യ പ്രഭാഷണം ഇരിക്കുന്നുള്ളൂ, ഉദ്ഘാടനം മാത്രമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോ മലയാളി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. വഖഫ് ബോർഡിന്റെ തെമ്മാടിത്തരത്തിനെതിരായ ശക്തമായ സമര പരിപാടികൾക്ക് കേരളം മുഴുവൻ ഉണ്ടാകുമെന്ന് ഏത് രാഷ്ട്രീയക്കാർ വന്നാലും ശരി, വന്നില്ലെങ്കിലും ശരി. നമ്മൾ ശബരിമല പ്രക്ഷോഭം നടത്തി, കോൺഗ്രസ്സുകാരുടെ കമ്മ്യൂണിസ്റ്റുകാരുടെ അവരെന്തിട്ട് എന്ത് നടത്തിയത്? നമ്മളെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഫോട്ടോ വെച്ച് പിടിക്കാനും ഒക്കെയല്ലേ നടന്നിട്ടുണ്ട്. ആരൊക്കെ ഉള്ളത്? ഫോട്ടോ വെച്ച് പിടിക്കാനും നമ്മളെ ഒറ്റുകൊടുക്കാനും ഒക്കെ നടന്നിരുന്നവരുടെ മുന്നിലാണ് നമ്മൾ ശബരിമല സമരം വിജയിപ്പിച്ചെടുക്കുന്നത്. അപ്പോ രാഷ്ട്രീയക്കാരുണ്ടാകാം, ഇല്ലാതിരിക്കാം, അവർക്ക് കൂടെ വരാം, വരാതിരിക്കാം. പക്ഷേ കേരളത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ആവശ്യമാണ്. ഈ മതമൗലികവാദത്തിന്റെ മുന്നിൽ ഇത് മറ്റൊരു പാകിസ്ഥാൻ സൃഷ്ടിക്ക് അന്ന് നിങ്ങൾ ആഗ്രഹിച്ച മാപ്പിളസ്ഥാനാണിത്. 1946-47 നിങ്ങൾ ആഗ്രഹിച്ച മുസ്ലിം ലീഗ് കൊടുത്ത പാകിസ്ഥാന്റെ ഭൂപടത്തിൽ മലബാറുണ്ട്. അതിനവർ കൊടുത്ത പേര് മാപ്പിളസ്ഥാൻ എന്നായിരുന്നു. മാപ്പിളസ്ഥാൻ അവർ കൊടുത്ത മാപ്പിൽ അവരാവശ്യപ്പെട്ട പാകിസ്ഥാന്റെ ഭാഗമായിരുന്നു അന്ന് മലബാർ. അന്നത് കിട്ടാത്തത് ഇന്ന് മലബാർ എന്നല്ല, വ്യാപിച്ച് കേരളം മുഴുവൻ ഞങ്ങൾക്ക് ആ മാപ്പിളസ്ഥാന്റെ ഭാഗമാക്കി വഖഫിന്റെ കരി നിയമങ്ങളിലൂടെ മാറ്റാം എന്നൊക്കെ കിനാവ് കണ്ട് കിടക്കണവരോട് മക്കളെ ഉണന്ന് മൂത്രമൊഴിച്ച് തിരിഞ്ഞു കിടന്ന് ഉറങ്ങിപ്പോളൂ, ഈ കന ഒന്നും നടക്കാൻ പോണില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാർത്തയിൽ നിൽക്കുന്നു. രാഷ്ട്രീയക്കാർ വോട്ട് ബാധ്യത ഭയന്ന് പറയാൻ പഠിക്കുന്ന നഗ്നസത്യങ്ങളിൽ നമ്മളിലേക്ക് ചരിത്ര സത്യങ്ങളിലൂടെ യുക്തിഭദ്രമായി സന്നിവേശിപ്പിച്ച നമ്മുടെ പ്രിയങ്കരിയായ ശശികല ടീച്ചറിന് നന്ദി പറയുന്നു. നമ്മുടെ മുഖ്യ പ്രഭാഷകൻ എത്തിച്ചേർന്നിട്ടുണ്ട് ശ്രീ RV ബാബു അവർ, സംസ്ഥാന അധ്യക്ഷൻ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന് മുമ്പ് ചുരുങ്ങിയ വാക്കുകളിൽ 2 ആശംസകൾ അർപ്പിക്കുവാനായി നമ്മുടെ
VSSന്റെ ജില്ലാ ട്രഷറർ ശ്രീ രാധാകൃഷ്ണൻ അവരുടെ ക്ഷണിക്കുന്നു. യോഗത്തിന്റെ ബഹുമാനപ്പെട്ട നിവേദിയിരിക്കുന്ന ഹിന്ദു സംഘടനാ നേതാക്കളെ, ബഹുമാനപ്പെട്ട സംഘബന്ധുക്കളെ, നാട്ടുകാരെ, നമ്മൾ കുറച്ച് നാളുകളായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ ഹിന്ദു നേതാക്കള് കുറെ കാലങ്ങളായിട്ട് പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ, ആ കാലത്തൊക്കെ ഒരുപക്ഷെ നമ്മൾ ഒരു ചവിട്ടിൽ നിന്ന് കേട്ട് മറ്റേ ചവിട്ടിൽ കൂടി അത് പുറത്തു കളയുന്ന സ്വഭാവം, ആ സ്വഭാവം വെച്ച് പുലർത്തിയതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരം വലിയ വലിയ ആപത്തിലേക്ക് കടന്നു പോകുന്നത് എന്ന് ഉള്ളൊരു തിരിച്ചറിവ്. അതുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഈ കാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ മക്കള്, കൊച്ചുമക്കള്, അവർക്ക് എങ്ങനെ സുരക്ഷിതമായിട്ടൊരു ജീവിതം ഉണ്ടാകും എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് കഴിയാമെന്നല്ലാതെ അത് ഉറപ്പാക്കാനായിട്ട് നമുക്ക് കഴിയാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ നമ്മുടെ നേതാക്കൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഈ രാജ്യത്ത് വിധ്വംസക ശക്തികൾ, വർഗീയവാദികള്, ഈ രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്ന നിരവധി ദുഷ്ടശക്തികൾ, അങ്ങനെയുള്ള ആളുകളുടെ മുമ്പിൽ കഴിയുന്ന നമ്മള് അത്തരം വാക്കുകൾ അവർ വർഷങ്ങളായിട്ട് പറഞ്ഞിട്ടും കേൾക്കാതെ വന്നിട്ട് ഇന്നിപ്പോ ഒരു ദുരന്ത മുഖത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ മാത്രം പകച്ചു പോകുന്ന ഒരു തരത്തിലെ, ആ പകച്ചു പോകുന്ന അവസരത്തിൽ നമുക്ക് ധൈര്യം തരാനും നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള വഴി പറഞ്ഞു തരാനും നമ്മുടെ നേതാക്കളുള്ളപ്പോൾ ആ നേതാക്കളുടെ വാക്കുകൾ അക്ഷരം പ്രതി പരിപാലിച്ചുകൊണ്ട്, അക്ഷരം പ്രതി കേട്ടുകൊണ്ട് ഇനി മുന്നോട്ടുള്ള കാലത്തിൽ നമ്മള് ആ ജീവിതമാർഗം, അവരെന്താണ് ഉപദേശിച്ചത്, ആ ജീവിതമാർഗത്തിലൂടെ കടന്നു പോകാൻ നമ്മൾ ശ്രമിച്ചാല് തീർച്ചയായിട്ടും ഹിന്ദു ജനവിഭാഗത്തിന്റെ അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിന്റെ ഭാവി ഭദ്രമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ ക്ഷണിച്ചതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ മുഴമ്പം ഭൂസമരത്തിന്റെ ആ സമരം നടത്തുന്നതിന്റെ എല്ലാ പിന്തുണയും, അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കാൻ ഞാനും എന്റെ പ്രസ്ഥാനവും എപ്പോഴും കൂടെ ഉണ്ടാകും. ഞങ്ങളുടെ നേതാക്കൾ ആ വേദിയിൽ ചെന്നുകൊണ്ട് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ മേലിലും അത്തരം പിന്തുണകൾ ഉണ്ടാകും എന്ന് മാത്രം ഉറപ്പു തന്നുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ആശംസിക്കുകയും ശ്രീനാരായണ സേവാ സംഘത്തിന്റെ ശ്രീ VV അനിൽ അവരുടെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രതിഷേധ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, ഹിന്ദു ഐക്യവേദിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ബാബുറോക്കർ, ഇവിടെ വലിയൊരു പ്രഭാഷണം കേട്ട് ഇതൊരു മറ്റൊരു ഭാഷയ്ക്കോ മറ്റൊരു പ്രസംഗത്തിനോ പ്രസക്തിയില്ല, ഒരു വലിയൊരു പ്രസംഗം ടീച്ചർ നടത്തി കഴിഞ്ഞതാണ്. എന്തായാലും ഇനി ഭാവിച്ചേട്ടൻ വരെ പ്രസംഗിക്കാതെ അവസരം തന്നെ ഇരിക്കുന്നു പറഞ്ഞാൽ അതൊരു അനുചിതമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ സമരവുമായി ഒരു 2-3 മാസമായി സമരത്തിന്റെ പന്തലിലും സമര പരിപാടികളും ദിവസവും പല നേതാക്കന്മാർ വരുമ്പോൾ അവിടെ വസ്ത്രം മാറി ചെല്ലുന്നൊരു ജോലിയിലേക്ക് മാറിയിരിക്കുന്നില്ല. കുടുംബകാര്യങ്ങളിലോ ജോലി കാര്യങ്ങളിലോ ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ ഈ സമരത്തിന്റെ പിന്നില് നിൽക്കുകയാണ്. എന്നാലും രാജ്യത്തിന് താങ്ങാനാവാത്ത, രാജ്യത്തിന് വേണ്ടാത്ത ഒരു നിയമം ഈ രാജ്യത്ത് നടപ്പാക്കുവാൻ വേണ്ടി ഒരു മതഭരണം ഈ രാജ്യത്ത് നടപ്പാക്കും എന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഒരു അനുഭവം പോലെ ഈ രാജ്യത്ത് മാത്രമല്ല ലോകരാജ്യങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമരമായി മുനമ്പ സമരം മാറിയിരിക്കുകയാണ്. ഈ സമര തുടക്കത്തില് വലിയ ശ്രദ്ധയൊന്നും ഉണ്ടായിരുന്നില്ല.
പക്ഷെ സുരേഷ് ഗോപിയെ പോലെയുള്ള പ്രഗത്ഭരായ എംപിമാരെ ഇവിടെ വന്നു ചേർന്നതോടുകൂടി ഈ വിഷയം ദേശീയ വിഷയമായി ഉയർന്നു വന്നു. ഇപ്പൊ ദേശീയ വിഷയമായി ഉയർന്നു വരുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ഭരണകൂടമൊക്കെ ഈ അപകടത്തെ മനസ്സിലാക്കിക്കൊണ്ട് പാർലമെന്റിൽ ഇതിനെതിരായ ഒരു ബില്ല് കൊണ്ടുവന്നുള്ളതാണ്. മുനമ്പത്തെ വിഷയമല്ല വാസ്തവത്തിൽ, ഈ രാജ്യത്തിന്റെ വിഷയമാണ്. ഈ രാജ്യത്തിന്റെ വിഷയത്തിന്റെ ഒപ്പം നിൽക്കുന്ന ജനങ്ങളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോ സമരപ്പന്തലിലേക്ക് മുസ്ലിം സംഘടനകൾ വരെ ഇപ്പോ അത് തുടങ്ങിയിരിക്കുകയാണ്. കാരണം നിലനിൽപ്പില്ല രാജ്യത്ത്. ഈ വിഭാഗത്തിനെതിരെ എല്ലാ ശക്തികളും ഒരുമിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതുമായി പൊരുത്തപ്പെടുവാൻ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിലവില് അവിടെ താമസക്കാർക്ക് കരമടക്കാൻ സാധിക്കണം, അവർക്ക് വായ്പ എടുക്കാൻ സാധിക്കണം. പല രാഷ്ട്രീയ നേതാക്കന്മാരും പല സംഘടനകളൊക്കെ ഒപ്പമുണ്ട് എന്ന് പറയുന്നതല്ലാതെ അവർക്ക് അവർ സ്വൈര്യമായി ജീവിക്കാൻ, അവരുടെ മക്കളെ പഠിപ്പിക്കുവാനുള്ള ലോൺ എടുക്കാൻ സാധിക്കുന്നില്ല, അവരുടെ വീടുകൾ പുതുക്കി പണിയുവാനുള്ള ലോണുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. ഈ സർക്കാർ ആദ്യം ചെയ്യേണ്ടത് മറ്റു നിയമ നടപടികൾക്ക് വരുന്നത് വരെ ഇവരുടെ ഭൂമിയിൽ കടമെടുക്കുവാൻ, വായ്പ എടുക്കാനുള്ള അവസരം കൊടുത്ത് തൽക്കാല ആശ്വാസം സർക്കാർ ചെയ്യണം എന്ന് മാത്രമേ ഇവിടെ അഭ്യർത്ഥിക്കുന്നുള്ളൂ. കൂടുതൽ പ്രസംഗിക്കുന്നില്ല. അവസരം തന്ന ഹിന്ദു ഐക്യവേദിയിലെ എല്ലാ നേതാക്കന്മാരും, ഞാൻ ഹിന്ദു ഐക്യവേദിയിലെ മേഖലാ പ്രസിഡന്റായിട്ട് 2 കൊല്ലക്കാലം പ്രവർത്തിച്ചതാണ്. ഇപ്പൊ BJPയുടെ ചുമതലയുണ്ട്. കൂടാതെ ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ 1-2 ചുമതല വഹിക്കുന്നുണ്ട്. എന്നാലും എന്നെ ക്ഷണിച്ച് ഇതിൽ സംസാരിക്കാൻ വിളിച്ചതിന് ഹിന്ദു ഐക്യവേദിയുടെ എല്ലാ നേതാക്കന്മാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. അടുത്തതായി ചുരുങ്ങിയ വാക്കുകളിൽ ആശംസ പ്രസംഗത്തിനായിട്ട് കുടുംബി ഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് സുധീർ അവരുടെ വേദിയിലും സദസ്സിലും ഉപേക്ഷയുള്ള മഹത്വത്തിൽ നമസ്കാരം. ഹിന്ദു ഐക്യവേദി സംഘടന കോഴിക്കോട് മാറാട് കളപ്പുറത്ത് 8 അലയ സമുദായത്തിലുള്ള മത്സ്യബന്ധന പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടാണ് സംഘടന വേണ്ടതിൽ ബലപ്പെടുത്തി എടുത്തത് എങ്കിൽ, അതുപോലെ തന്നെ നിരവധി മത്സ്യപ്രവർത്തകർ ഉൾപ്പെടുന്ന പ്രദേശത്തിന്റെ പ്രശ്നം വീണ്ടും ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെച്ചുകൊണ്ട് ഇതിന് എത്രമാത്രം ശാശ്വതമായ പരിഹാരം ഉണ്ടാകുമെന്ന്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെയൊക്കെ ഹിന്ദു ഐക്യവേദി കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ട് മാത്രമേ ഹിന്ദു ഐക്യവേദി ആ സമരം നിർത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ ഏത് ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നടക്കില്ല. ഏതൊരു സ്ഥാപനം നടത്തണമെങ്കിലും ഹലാൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ നടക്കില്ല എന്ന സ്ഥലത്തിലേക്ക് എത്തിച്ചേരേണ്ട വലിയൊരു പ്രവർത്തനം നടന്നുകൊണ്ടിരുന്നപ്പോൾ കൃത്യമായ താക്കീത് നൽകിക്കൊണ്ട് അത് വളരെ പെട്ടെന്ന് തന്നെ നിർത്താൻ വേണ്ടി, അത്തരത്തിലുള്ള മുന്നോട്ടുള്ള പ്രയാണം വളരെ നിസ്സാരമായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ളത് ഹിന്ദു ഐക്യവേദിയുടെ ഇന്നത്തെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ശ്രീമാൻ ആർ.വി. ബാബുവിന്റെ ഒറ്റ പ്രയത്നം കൊണ്ട് മാത്രമാണ് എങ്കിൽ ഈ സമരവും കൃത്യമായിട്ടും പരിഹാരം കാണുന്നതുവരെ അതിനുവേണ്ടി മുന്നോട്ട് നിന്നുകൊണ്ട് പരിഹാരം കാണാൻ ഹിന്ദു ഐക്യവേദി സംഘടനക്ക് സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സമരത്തിന് കേരള കുടുംബി ഫെഡറേഷന്റെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തുന്നു. നമസ്കാരം. നന്ദി ശ്രീ സുധീർ. അടുത്തതായി നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന മുഖ്യ പ്രഭാഷകൻ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ആദരണീയനായ ശ്രീ ആർ.വി. ബാബു അവരുടെ നിങ്ങളുടെ അനുവാദത്തോടുകൂടി മുഖ്യ പ്രഭാഷണത്തിന് സാദരം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ പി.സി. ബാബു, സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഹിന്ദു ഐക്യവേദിയുടെ ആരാധ്യയായിട്ട് നമുക്ക് രക്ഷാധികാരി ടീച്ചർ, വേദിയിൽ ഉപസ്ഥരായിട്ടുള്ള വിവിധ ഹിന്ദു സംഘടനാ നേതാക്കൾ,
ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, സ്നേഹം പറഞ്ഞ നാട്ടുകാരെ, സജ്ജനങ്ങളെ, അമ്മമാരെ, നമസ്കാരം. ഞാനിപ്പോ കൊടുങ്ങല്ലൂരിനാണ് വരുന്നത്. കൊടുങ്ങല്ലൂർ കുടുംബക്കാവിലെ അമ്മയുടെ 11 ഏക്കർ ഭൂമി സംരക്ഷിക്കുന്ന ഒരു സമര പരിപാടി പങ്കെടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. അപ്പൊ ആ സമരത്തിന് ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാം. കുടുംബക്കാവിലെ അമ്മയുടെ 10 ഏക്കർ 94 സെന്റ് സ്ഥലം 2016 ആ ഭൂമി സർക്കാരിന്റെ തീരുമാനപ്രകാരം നമ്മുടെ നാട്ടിലെ ഭൂമികളെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു പരിപാടി തുടങ്ങി. അങ്ങനെ ഡിജിറ്റലൈസ് ചെയ്തു കൊടുങ്ങല്ലൂർ കുടുംബക്കാവിലെ അമ്മയുടെ ഭൂമി. കുടുംബക്കാവിലെ അമ്മയ്ക്ക് 3000-ഓളം ഏക്കർ ഭൂമി ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ ശേഷിക്കുന്നത് 11 ഏക്കർ ഭൂമി, 10 ഏക്കർ 94 സെന്റ് ഭൂമി. ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപാണ് നമ്മുടെ ചില ഹൈന്ദവ സംഘടനകളെ, കേരള സഭ, അവിടുത്തെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കുടുംബക്കാവിലെ അമ്മയുടെ ഭൂമി കിടക്കുന്നത് ആളംപറമ്പിൽ കുഞ്ഞുമുഹമ്മദ് മകൻ ഖാദറിന്റെ പേരിലാണ്. 2016 മുതൽ 2022 വരെ കുടുംബക്കാവിലെ അമ്മയിലെ 10 ഏക്കർ 94 സെന്റ് സ്ഥലം കിടക്കുന്നത് ആളംപറമ്പിൽ കുഞ്ഞുമുഹമ്മദ് മകൻ ഖാദറിന്റെ പേരിലാണ്. ആ വിഷയം ഹിന്ദു സംഘടനകൾ ഏറ്റെടുത്തു. കൊച്ചി ദേവസ്വം ബോർഡ് പരാതിയെ കൊച്ചി ദേവസ്വം ബോർഡ് വില്ലേജ് ലോകമല്ലേശ്വരം വില്ലേജാണ്, ലോകമല്ലേശ്വരം വില്ലേജിന് പരാതി കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തണ്ടപ്പേര് മാറ്റി വീണ്ടും അത് കുടുംബക്കാവിലമ്മ ദേവസ്വത്തിന്റെ പേരിലാക്കണം എന്ന അപേക്ഷ കൊടുത്തു. അപ്പൊ തണ്ടപ്പേര് 422 നമ്പറാണ്. കുടുംബക്കാവിലമ്മ ഭഗവതി ദേവസ്വം, കുടുംബക്കാവിൽ ഭഗവതി ദേവസ്വം വക എന്നാണ് അതിന്റെ പേര്. ടൈറ്റിൽ മാറ്റി. ഇപ്പൊ എന്താ കിടക്കുന്നറിയാമോ? ഇപ്പൊ പുറമ്പോക്ക് ഭൂമി എന്നാണ്. തണ്ടപ്പേര് മാറി 422, ഇപ്പൊ തണ്ടപ്പേര് 0 എന്നാണ്. ഞാൻ ആ വിഷയം നമ്മുടെ ഹൈന്ദവ സംഘടനയുടെ ഏറ്റെടുത്തു. 100 കണക്കിന് ആൾക്കാരൊന്ന് പങ്കെടുത്ത അവിടുത്തെ പ്രതിഷേധ സംഗമത്തിൽ എന്നെ ആശങ്കപ്പെടുത്തിയ ഒരു കാര്യം ഈ വർഷമായിട്ട്. കാരണം കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് ഈ ഭൂമി ആരുടെ പേരിലാണ് കിടന്നത്? ആളംപറമ്പ് കുഞ്ഞുമുഹമ്മദ് മകൻ ഖാദറിന്റെ പേരിലാണ് ഭൂമി. എന്റെ ഖാദറിക്ക, ആ ഖാദറിക്ക വല്ല സമയത്തെങ്ങാനും അദ്ദേഹത്തിന് ഒരു ഉൾവിളി ഉണ്ടായിട്ട് ഈ ഭൂമി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കുടുംബക്കാവിലെ അമ്മ ഇപ്പൊ അള്ളാഹുവിന്റെ പേരിലായിരിക്കും. നമ്മുടെ രാജ്യത്തെ 995 വഖഫ് ആക്ട് സെക്ഷൻ 40 അനുസരിച്ച് പറയുന്നത് reason to believe so this properties belongs to waqf, then the chief executive can order the waqf board to undertake the property. എന്നാണ്. എന്ന് വെച്ചാൽ വഖഫ് ആക്ടിന്റെ 900 സെക്ഷൻ 40 പറയുന്നത് ഈ ഭൂമി വഖഫാണ് എന്ന് തോന്നുന്ന പക്ഷം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഈ ഭൂമി വഖഫ് ബോർഡിനോട് ഏറ്റെടുക്കാൻ ഓർഡർ ചെയ്യാനുള്ള അധികാരം 995 കോൺഗ്രസ് ഗവൺമെന്റ് വഖഫ് ആക്ടിൽ നിഷ്കർഷിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആലമ്പറമ്പിൽ കുഞ്ഞുമുഹമ്മദ് മകൻ ഖാദർ അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന ഭൂമി അലമുറി കുടുംബക്കാവിലമ്മയുടെ 10 ഏക്കർ 94 സെന്റ് ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ആരോടെങ്കിലും പറഞ്ഞാൽ, ആ പറഞ്ഞത് 2 പേരും കേട്ടാൽ, അവര് സാക്ഷ്യം പറഞ്ഞാൽ, ട്രിബ്യൂണലിൽ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്നവരൊന്നും അത്ഭുതപ്പെടേണ്ട. ഓ അതൊക്കെ നടക്കുമോ എന്ന് വിചാരിക്കേണ്ട. നടക്കും. ആസ് പെർ ദ റൂൾ ഓഫ് വഖഫ് ആക്ട് 1995. യാതൊരു വേണ്ട. കുടുംബക്കാവിലമ്മയുടെ ഭൂമി അത് വഖഫ് ഭൂമിയായിട്ട് മാറ്റാൻ നിലവിൽ സാധിക്കും. കാരണം 6-7 വർഷം അത് ആളംപറമ്പിൽ കുഞ്ഞുമുഹമ്മദ് മകൻ ഖാദറിന്റെ പേരിലായിരിക്കും എന്നുള്ളതാണ്. ആയിരക്കണക്കിന് നയമാണ് നമ്മുടെ രാജ്യം ഭരിച്ച കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തൊരു നയമാണ്. അപ്പോഴാണ് നമ്മുടെ വിശുദ്ധ പരിഷത്തിന്റെ പ്രസിഡന്റ് ബി തമ്പിസാദ് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാനപ്പോ കേട്ടിപ്പോയി. കാരണം ചേട്ടാ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ സംവിധാനത്ത് ഭസ്മം കൊടുത്ത് ഭയങ്കരമില്ല, വരുന്നവർക്ക് ഭസ്മം കൊടുത്ത് കുരുമുളക്, അതായത്
നമ്മൾ പറഞ്ഞ സ്വർണം മേടിച്ചിട്ട് ചെമ്പ് പകരം കൊടുക്കുന്ന പോലെ, ചെമ്പ് എന്ന് പറയാൻ പറ്റില്ല, കൊടുക്കുന്ന പോലെ കുരുമുളക് വഴിപാടായിട്ട് മേടിച്ചിട്ട് ഭസ്മം മറ്റേ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. എന്താ അതിന്റെ പേര്? വാവര് പള്ളിയിലെ വാവര് നട. അത് നടത്തുന്നത് എരുമേലിയിലെ ഗൈനാൻ മസ്ജിദിന്റെ നേതൃത്വത്തിലാണ്. ആ മഹല്ല് കമ്മിറ്റിയാണ്. അവിടെ വരുന്ന വരുമാനം കൊണ്ടുപോകുന്നത്, ഈ സന്നിധാനത്തെ വരുമാനം കൊണ്ടുപോകുന്നത് ഈ ഗൈനാൻ മസ്ജിദിന്റെ മഹല്ല് കമ്മിറ്റിയാണ്. ആ മഹല്ല് കമ്മിറ്റിക്ക് ഭഗവാനെ, അയ്യപ്പ, ശാസ്താവ് എങ്ങാനും തോന്നിയിരിക്കട്ടെ, ഈ വാവ നടയിരിക്കുന്ന സ്ഥലം ഞങ്ങൾ വഖഫ് ചെയ്തിരിക്കുന്നു, അള്ളാഹുവിന് സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സന്നിധാനമടക്കം വഖഫ്ഭൂമിയാക്കുന്ന നിയമനിർമ്മാണം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഈ രാജ്യത്തെ ഭരിച്ച 60 വർഷം ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സന്നിധാനമടക്കം, ശബരിമലയടക്കം. ആരെങ്കിലും ചലഞ്ച് ചെയ്യാനുണ്ടോ ഇക്കാര്യത്തിൽ? എന്നിട്ടാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുനമ്പത്ത് എന്ന് പറയുന്നത്, നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാം നമ്മൾ കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ടെന്ന. ആ 8-10 സ്റ്റാൻഡേർഡ് എടുത്തോ, ഞാൻ ഇപ്പൊ അതിന് ശരിയാക്കി തരാമെന്ന്. എത്ര കാലമായി പറയാൻ തുടങ്ങിയത്? ആരെയാണ് നിങ്ങൾ പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത്? ഒരിക്കൽ വഖഫ് ചെയ്യപ്പെട്ടാൽ അത് എല്ലാ കാലത്തേക്കും വഖഫാണ്. അതാണ് വഖഫിന്റെ നിയമം, അതാണ് തത്വം, അതാണ് നിലപാട്. അങ്ങനെയെങ്കിൽ മുനമ്പം ഭൂമി വഖഫ് ചെയ്യപ്പെട്ടതാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് സതീശനോ സതീശന്റെ അച്ഛൻ ഒത്തുപ്പെട്ടനോ വിചാരിച്ചാൽ ഈ ഭൂമി വഖഫിന്റെ തന്നെ നടക്കാൻ പറ്റുമോ? ഈ സതീശന്റെ അച്ഛൻ ഒത്തുപ്പെട്ടനാണെന്ന് ഞാൻ ആക്ഷേപിച്ചൊന്നും പറയണ്ട. ഞാൻ അതൊരു ക്ലാസത്തിന് പറഞ്ഞതാണ്. എന്റെ പേര് ദൈവത്തെ ഓർത്ത് ചേർന്നിട്ടുള്ളത്. സതീശന്റെ അച്ഛൻ നല്ലൊരു അച്ഛനാണ്. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. അതൊക്കെ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതെന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത്? അങ്ങനെ സാധിക്കുമോ? കാരണം ഈ ഭൂമിയെ സംബന്ധിച്ച് വഖഫ് സംരക്ഷണ സമിതിയുടെ പേരിൽ 2 പേരാണ് വഖഫ് മുനമ്പത്തെ ഭൂമിയെ സംബന്ധിച്ച് കേസ് കൊടുത്തത്. ഇത് വഖഫ് ഭൂമിയാണ്. ഇപ്പൊ സതീശനും മുസ്ലിം ലീഗ് നേതാക്കന്മാരും ആവർത്തിച്ചു പറയുന്നത്, ഇത് 2009 LDF ഭരിക്കുമ്പോൾ ഒരു കമ്മീഷൻ നിയമിച്ചു, നിസാർ കമ്മീഷൻ. ആ കമ്മീഷനാണ് പറഞ്ഞത്, ഞങ്ങളാരും പറഞ്ഞതല്ല, ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ ഇവിടെ അന്വേഷണം നടത്തി പറഞ്ഞു ഈ ഭൂമി മുഴുവൻ വഖഫിന്റേതാണെന്ന്. ആ കമ്മീഷനാണ് വഖഫ് ബോർഡിനോട് പറഞ്ഞത് എന്നാണ്. പച്ചക്കള്ളമാണോ? ഞാൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒരു ഭാഗം തന്നെ നമുക്ക് വായിക്കാം. The terms of reference number 11 of this commission is as follows. Terms and reference എന്താണെന്ന് പറയുകയാണ്. അതിലെ 7ാം നമ്പർ ഖണ്ഡിക. Of course, for the limited purpose this commission has to ascertain whether this property covered by the registered document number 2011-15/1950 of Edapalli Sub-Registrar Office. അതാ അതിന്റെ ഭാഗങ്ങൾ പറയാണ്. അത് ഞാൻ വിടുകയാണ്. ഞാനതിന് നമുക്ക് അറിയേണ്ട ഭാഗം മാത്രം വായിക്കാം. കമ്മീഷൻ പറയുകയാണ്, the Waqf Board is the competent authority under the Waqf Act to decide the question whether a property is Waqf property or not. അതിന്റെ അർത്ഥം എന്താ? Waqf Board is the competent authority. Waqf Board ആണ് ഒരു സ്ഥലം വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള ഏറ്റവും കോമ്പിറ്റന്റ് അതോറിറ്റി. അവരാണ് അതിന്റെ അധികാരപ്പെട്ട സ്ഥാപനം. വഖഫ് ബോർഡിനാണ് അധികാരം. നിസാർ കമ്മീഷൻ അല്ല അധികാരം വഖഫാണോ അല്ലേ എന്നുള്ളത്. ആരാണ് തീരുമാനിക്കുന്നത്? വഖഫാണോ അല്ലേ എന്നുള്ളത് വഖഫ് ബോർഡ് തീരുമാനിക്കണം. എന്നിട്ട് പറയുകയാണ്, the chief executive officer of the Waqf Board placed before this commission the order he has pronounced on 24/6/2009 in this matter. Chief Executive Officer ഉണ്ട്. Chief Executive Officer വഖഫ് ബോർഡിലെ ഒരു പബ്ലിക് സർവന്റ് ആണ്. പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ജീവനക്കാർക്കുള്ള എല്ലാ പ്രൊട്ടക്ഷനോടും കൂടിയിരിക്കുന്ന ഉദ്യോഗസ്ഥനാണ് പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള പബ്ലിക് സർവന്റ് ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ.
ഈ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കമ്മീഷൻ മുമ്പാകെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. ആ ഓർഡർ എന്താണ്? The chief executive officer ordered that it is a waqf property and that is waqf can legislate with the waqf board. ആരാ പറഞ്ഞത് waqf property ആണെന്ന്? The chief executive officer ordered that this property belongs to waqf board. ആരാ പറഞ്ഞത്? വഖഫ് ബോർഡിന്റെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടുള്ള ആള് അദ്ദേഹമാണ് കമ്മീഷനോട് പറയുന്നത്. കമ്മീഷൻ പറയുന്നത് എന്താ? ആസ് പെർ ദി ഓർഡർ ഓഫ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദ വഖഫ് ബോർഡ് ക്യാൻ ഡിസൈഡ് വെദർ ഇറ്റ് ഈസ് വഖഫ് ഓർ നോട്ട്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഓർഡർ അനുസരിച്ച് ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ് എന്നാണ് നിസാർ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ചാനൽ ചർച്ചകളിലും പൊതുയോഗങ്ങളിലും നമ്മുടെ പ്രതിപക്ഷ നേതാവും അതേപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും ഒക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പറയില്ല, കാരണം നിസാർ കമ്മീഷൻ അവർ വെച്ചതായതുകൊണ്ട് അവർ പറയുന്നില്ല, മുസ്ലിം ലീഗ് നേതാക്കന്മാരടക്കം ഒക്കെ പറയുന്നത് എന്താ? ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, നിസാർ കമ്മീഷൻ പറഞ്ഞതാണ്. അല്ല സാർ, ഇത് നിസാർ കമ്മീഷൻ പറഞ്ഞതല്ല, വഖഫ് ബോർഡ് പറഞ്ഞതാണ്. ദീസ് പ്രോപ്പർട്ടീസ് ബിലോങ്സ് ടു വഖഫ്. ആര് പറഞ്ഞതാ? വഖഫ് ബോർഡ് പറഞ്ഞതാ. നിങ്ങൾ ആരെയാണ് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആരെയാണ് ചതിക്കാൻ നോക്കുന്നത്? ഈ പാവങ്ങളെയോ 610 കുടുംബങ്ങളെയോ? 610 കുടുംബങ്ങൾക്കെതിരായിട്ടാണ് നിങ്ങൾ നിയമസഭയിൽ 140 MLA-മാർ, ഈ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 140 MLA-മാർ ഈ 610 കുടുംബങ്ങൾക്കെതിരായിട്ടാണ് നിയമസഭയിൽ കൈകോർത്ത് പിടിച്ചത്. 610 കുടുംബങ്ങൾക്കെതിരായിട്ട് നിങ്ങൾക്ക് 7 ജന്മത്ത് നിങ്ങൾക്ക് ഈ പാപം കഴുകിക്കളയാൻ സാധിക്കും. 7 ജന്മത്തിൽ നിങ്ങൾക്ക് ഈ പാപം കഴുകിക്കളയാൻ സാധിക്കും. നിങ്ങൾ ആരെയാണ് വഞ്ചിക്കുന്നത്? എന്തുകൊണ്ടാണ് അവർക്ക് ഈ ഭൂമിയിലുള്ള അവകാശം നഷ്ടപ്പെടുന്നത്? ആരെയാണ്? ഇതിപ്പോ സതീശൻ പറയുന്നു, ഇവിടെ വന്നിട്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പറയുന്നു, അബ്ദുൾ റഹ്മാൻ വഖഫ് മന്ത്രി അല്ലേ? വഖഫ് മന്ത്രി എന്നാണ് വിളിക്കുന്നത്. അബ്ദുൾ റഹ്മാൻ ന്യൂനപക്ഷ കാര്യമന്ത്രിയാണ്, കേരളത്തിലെ ന്യൂനപക്ഷ കാര്യമന്ത്രിയാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും വിളിക്കുന്നത് വഖഫ് മന്ത്രി എന്നാണ്. എന്ന് വെച്ചാൽ ന്യൂനപക്ഷത്തിൽ ക്രിസ്ത്യാനികൾ പെടില്ല എന്ന് ഏകദേശം ഒരു ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് ബോധ്യപ്പെടാത്തത്. അതാണ് ഒരു സന്തോഷം. ക്രിസ്ത്യാനികൾക്ക് അക്കാര്യത്തിൽ ബോധ്യമുണ്ട്. അതായത് ന്യൂനപക്ഷം എന്നുള്ള കാര്യത്തിൽ തങ്ങളെ പരിഗണിച്ചിട്ടില്ല എന്ന് മനസ്സിലാവാത്തത് ക്രൈസ്തവർക്ക് മാത്രമാണ്. അതിന് കാലക്രമേണ മനസ്സിലായിക്കോളൂ. കാരണം അതിപ്പോ പതുക്കെ മനസ്സിലായി വരികയാണ്. എന്താ പറയുന്നത്? ഇത് രണ്ടും രണ്ട് നയമാണ്. ഏത്? മുനമ്പത്തെ വിഷയവും വഖഫും രണ്ടും രണ്ടാണ്. എങ്ങനെ രണ്ടും രണ്ടാവും? എന്തുകൊണ്ടാണ് മുനമ്പത്തെ പാവങ്ങളുടെ റവന്യൂ അവകാശം റദ്ദ് ചെയ്യപ്പെട്ടത് എന്ന ചോദ്യത്തിന് നാളെ ഉത്തരവില്ല. ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുനമ്പത്തെ 610 കുടുംബങ്ങളുടെ കരമടയ്ക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടത്? ഏത് റൂളിന്റെ അടിസ്ഥാനത്തിലാണ്? ഏതെങ്കിലും സിവിൽ കോടതി ഈ കേസുണ്ടെങ്കിൽ അത് സാധ്യമാണോ? അല്ല, വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. 95-ലെ വഖഫ് ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. വളരെ ഗൗരവമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഈ നയം യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ, ഈ നമ്മുടെ സ്വതന്ത്ര ഭാരതം കണ്ട ഏറ്റവും വലിയ കിരാതം കേസ് വരുന്നോണ്ടിരിക്കാത്ത, കാരണം ആ വാക്ക് ദുരിതവും ഉപയോഗിച്ച് കഴിയുന്ന വാക്കാണ് കിരാതം. ഏത്? ഇംഗ്ലീഷ് ഭാഷയിലെ 4 അക്ഷരം കൊണ്ട് വിശേഷിപ്പിക്കുന്ന വഖഫ് എന്ന കിരാതം. ആ കിരാതം നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഡെമോക്രസിന്റെ വാളായി തുണിക്കെടുത്ത ഇന്നൊരു വാർത്ത വന്നു മാനന്തവാടിയില് പറഞ്ഞു. ടീച്ചർ പറഞ്ഞല്ലോ, ടീച്ചർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാനെന്ത് പറയാനും എനിക്ക് അറിഞ്ഞൂടാ. ഞാനതുകൊണ്ട് ഒറ്റ ഇരിക്കുകയാണ് കേട്ടോ. കാരണം ഞാൻ ടീച്ചർ പറഞ്ഞത് കേൾക്കാത്തതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞു ഇരിക്കാത്തതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാം, ഈ രാജ്യത്തെ വെട്ടി മുറിച്ചത് ഇത്തരത്തിലുള്ള പ്രീണന രാഷ്ട്രീയം. 47-ലെ പാകിസ്ഥാൻ ഉണ്ടായത് ഇത്തരം വിഭജന തന്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രീണന രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവർ, ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭാരത മാതാ കീ ജയ്, ഭാരതം മുഴുവൻ ഒറ്റ രാഷ്ട്രമായിട്ട് കണ്ടല്ലേ അവർ ഭാരത മാതാ കീ ജയ് വിളിച്ചത്. സ്വാമി രാമദത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഉത്തര ഹിമാലയന്റെ ശിരസ്, കന്യാകുമാരിയുടെ കാൽപ്പാദങ്ങൾ, 2 കൈകൾ, പൂർവ്വ പശ്ചിമ ദിക്കുകൾ,
വിദ്യാജനന്റെ അരക്കെട്ട്, വിദ്യാജനന്റെ അരക്കെട്ട് ഞാൻ ശ്വസിക്കുമ്പോൾ ഭാരതം ശ്വസിക്കും, ഞാൻ ചരിക്കുമ്പോൾ ഭാരതം ചരിക്കും എന്ന് പറഞ്ഞ സ്വാമി രാമഭക്തൻ ഈ ഭാരതത്തിന്റെ മണ്ണിനെ, ഭാരതത്തെ മുഴുവൻ സ്വന്തം ശരീരമായിട്ട് സങ്കല്പിച്ച് അത്തരം ആയിരക്കണക്കിന് ദേശാഭിമാനികൾ ജീവൻ കൊടുത്ത ആ ഭാരത നാടിനെ വെട്ടി മുറിച്ചത് കോൺഗ്രസിന്റെ ഈ പിണന രാഷ്ട്രീയം. 1906 മുസ്ലിം ലീഗ് ഉണ്ടായി. ലീഗ് ഉണ്ടായ കാലം മുതൽ ഈ രാജ്യത്ത് തങ്ങൾ വേറെയാണ്, തങ്ങൾക്ക് പ്രത്യേക അവകാശം, തങ്ങൾക്ക് പ്രത്യേക സമ്മതി ഇലക്ട്രേറ്റ് വേണം, തങ്ങൾക്ക് പ്രത്യേക നിയോജകമണ്ഡലം വേണം, തങ്ങൾക്ക് പ്രത്യേക വോട്ടവകാശം വേണം എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ കോൺഗ്രസ് സമ്മതം മൂടി. ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊലയുടെ ഖിലാഫത്തിനെ പിന്തുണച്ചു. കോൺഗ്രസിന്റെ ഔദ്യോഗിക സമിതി നിശ്ചയിക്കപ്പെട്ട പതാക, കാവി പതാക, അതിനെ നിഷ്കാസനം ചെയ്തു. വന്ദേ മാതരം ചൊല്ലാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചു. ഉറുദു ഭാഷ നമ്മുടെ രാജ്യത്ത് അടിച്ചേൽപ്പിച്ചു. ഇങ്ങനെ സകലവിധ മുസ്ലിം പ്രീണനവും നടപ്പാക്കി ഒടുവിലെ മുസ്ലിം ലീഗ് 1946 ഡയറക്ട് ആക്ഷനിലൂടെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത്, ആയിരക്കണക്കിന് നമ്മുടെ അമ്മമാരെ മാനവത്വം ചെയ്ത് അവരുടെ ത്യാഗത്തിന് മുമ്പിൽ ഒടുവിൽ 47 ഭാരതം വെട്ടി മുറിക്കപ്പെട്ടു. അവിടെ കൊണ്ട് തീർന്നോ? നമുക്ക് തീർന്നില്ലല്ലോ. പിന്നീട് നമ്മൾ കണ്ടതെന്താ? 1950 ഹിന്ദു കോഡ് ബില്ല് നെഹ്റു സർക്കാർ കൊണ്ടുവന്നു. ഹിന്ദുക്കളുടെ നിയമം ഏകീകരിച്ചു. വിവാഹ സംബന്ധമായ നിയമം, പിന്തുടർച്ചാവകാശ നിയമം, സ്വത്താവകാശം, ഇതെല്ലാം ഹിന്ദു നിയമം ക്രോഡീകരിച്ചു. എന്തേ ഇസ്ലാമിക നിയമം കൊടുത്തില്ല? സ്വാതന്ത്ര്യം നേടി 75 വർഷമായില്ലേ? 75 വർഷമായിട്ടും ഭരണഘടനയിൽ എഴുതിയിരുന്ന സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന നാളുകളെ 1950-കളിൽ ഹിന്ദു കോഡിൽ ഉണ്ടാക്കിയ കോൺഗ്രസിന് കഴിഞ്ഞ 60-70 വർഷമായിട്ട് എന്തേ ഒരു മുസ്ലിം വ്യക്തി നിയമം ഉണ്ടാക്കാൻ, ഒരു ഏകീകൃത നിയമം ഉണ്ടാക്കാൻ, ഒരു ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല? ആരെ പീഡിപ്പിക്കാൻ കഴിഞ്ഞു? ആരെങ്കിലും പീഡിപ്പിച്ചത് നാളുകൾ. ഒടുവിൽ ഷാബാനു കേസിൽ പോലും സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ മുസ്ലിം മത തീവ്രവാദിക്ക് വേണ്ടി നയമുണ്ടാക്കിയില്ലേ? ഏത് സമയത്തും ഏത് മുസ്ലിം സ്ത്രീയെയും 3 തലാഖിൽ പറഞ്ഞില്ലേ? വാമണിയായി തലാഖ് എന്ന് എഴുതി പോലും കൊടുക്കേണ്ട, വെറുതെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. കെട്ടിയ പെണ്ണിനെ ഉപേക്ഷിക്കാനുള്ള അധികാരം ഇവിടുത്തെ ഒരു വിഭാഗം മതവിഭാഗത്തിൽ, ഒരു വിഭാഗം മതത്തിൽപ്പെട്ടവർക്ക് മാത്രം പതിച്ചു നൽകിയപ്പോൾ എവിടെ പോയി? അങ്ങനെ തുടർച്ചയായി ആ സമുദായത്തെ പ്രീണിപ്പിച്ചു. 370 വകുപ്പ് നൽകിക്കൊണ്ട് കാശ്മീരിനെ പ്രീണിപ്പിച്ചില്ലേ? എന്താ കാശ്മീരിൽ മാത്രം പ്രത്യേക പദവി കൊടുക്കാൻ കാരണം? കാശ്മീരിൽ 1 വർഷം മുസ്ലിങ്ങളായി 543 നാട്ടുരാജ്യങ്ങളെ യോജിപ്പിക്കാൻ, സംയോജിപ്പിച്ച് ഭാരതത്തെ ഒന്നിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിന് മണിക്കൂറുകളെ വേണ്ടി വന്നു. ഹൈദരാബാദ് നൈസാം പറഞ്ഞു, ഞങ്ങളില്ല. 24 മണിക്കൂർ സമയമാണ് നൈസാമിന് കൊടുത്തത് സർദാർ പട്ടേൽ. 24 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ യൂണിയനോട് ചേർന്നില്ലെങ്കിൽ വിവരം അറിയും. നൈസാം സറണ്ടർ ചെയ്തു. ജുനാഗഡ് പറഞ്ഞു, ഞങ്ങൾ വേറെയാണ്. പറഞ്ഞു ജുനാഗഡിനോട് 24 മണിക്കൂർ സമയത്തിനുള്ളിൽ ഈ ലയനക്കരാർ ഒപ്പിട്ടില്ലെങ്കിൽ പട്ടാളം വോട്ട് മാർച്ച് ചെയ്യും. കീഴടങ്ങി ജുനാഗഡ്. എന്തേ കാശ്മീരിൽ മാത്രം? കാശ്മീരിലെ ഹരിസിംഗ് പറഞ്ഞാൽ പോലെ ഷെയ്ഖത്തുള്ള പറയണം എന്നെ നെഹ്റുവെന്ന പറയാൻ കാരണം ആരോടുള്ള താല്പര്യം, ആരോടുള്ള വിധേയത്വം? ഇസ്ലാമിക മത തീവ്രവാദത്തോട് നെഹ്റുവിന്റെ പാരമ്പര്യം എന്താണോ എന്തോ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതിലേക്ക് കടക്കുന്നത് ഒരു മര്യാദയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പോകുന്നില്ല, പോട്ടെ. പക്ഷേ നമ്മൾ കണ്ടതെന്താ? കാശ്മീരിന്റെ ലയനവും തലവേദനയായിട്ട് ഇപ്പോഴും കാശ്മീര് ഒരു പാക് ഒക്യുപ്പൈഡ് കാശ്മീർ, ഇന്ത്യൻ അതിർത്തിക്കകത്ത്, ഇന്ത്യൻ ഭൂഖണ്ഡത്തിനകത്ത് ഒരു പാക് അധീന കാശ്മീർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദി ആരായിരുന്നു? നെഹ്റുവല്ലേ? അങ്ങനെ കാശ്മീരിന് 360 രൂപ അനുവദിച്ചു കൊടുത്ത് സച്ചാർ കമ്മിറ്റി രൂപീകരിച്ച മുസ്ലിങ്ങൾക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക അവകാശങ്ങൾ വാരിക്കൊലി കൊടുത്തത് കോൺഗ്രസ് ഗവൺമെന്റിലെ വിധവകൾ, മതം നോക്കി വിധവകളായിട്ടുള്ളവർക്ക്, ക്രിസ്ത്യൻ മുസ്ലിം സ്ത്രീകൾക്ക് 2 ലക്ഷം രൂപ ഭവന വായ്പ. ആ വിധവ ഹിന്ദുവായാൽ ആ വായ്പയ്ക്ക് അർഹതയില്ല. കാരണം ഹിന്ദുവിന് അവകാശം ഇല്ല. ഹിന്ദു ആയതുകൊണ്ട് അവകാശപ്പെടാൻ സാധ്യമല്ല. ഹിന്ദു കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് അർഹതയില്ല.
മുസ്ലിം കുട്ടിക്ക് 1000 രൂപ സ്കോളർഷിപ്പ് കൊടുത്തപ്പോഴും തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന് പഠിച്ച ഹിന്ദുവിന് ആ അവകാശം നിഷേധിച്ചു. മതാടിസ്ഥാനത്തിൽ ഇങ്ങനെ ആനുകൂല്യങ്ങൾ കൊടുത്ത് പ്രീണിപ്പിച്ച് ഈ രാജ്യത്തെ വെട്ടിമുറിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന അതേ കോൺഗ്രസ് ആണ് 95-ലെ ഈ വഖഫ് ഉണ്ടാക്കി കൊടുത്തത്. ഇതിനു വേണ്ടിയ ഏത് ഭൂമിയും ഉപ്പാന്റെ ഉപ്പ മനസ്സിൽ വിചാരിച്ചാൽ മതി. ഇപ്പോ മാനന്തവാടിയിലെ ആ ഭൂമിയില് ജമാഅത്ത് കമ്മിറ്റിക്കാർ ഒരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനം എന്താണ്? അവിടുത്തെ മുതിർന്ന ഒരു കാരണവര് പറഞ്ഞു പോലും ഈ ഭൂമി വഖഫ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു കേട്ടാൽ മതി. വഖഫ് ബോർഡിന് ഇടപെടാം, നോട്ടീസ് അയക്കാം. നമ്മൾ പോയി കാത്തുകെട്ടി കിടക്കണം ആരുടെ മുമ്പില്? വഖഫ് ബോർഡിന്റെ മുമ്പിൽ. ഇത് എവിടെയാണ്?